ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാദ് ഗുണിച പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താൻ അഭി സതതമീഡേ ഗുരുവരാൻ ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാര നാശം വിധായ ഹി തതോദയതേ വിവേകഃ. ഹരി ഓം ഹരി ഓം ഹരി. ഇനിയാണ് എല്ലാവരും കൂടി ഒരു തപോനുഷ്ഠാനം എന്ന നിലയ്ക്ക് സംയുക്തമായി ഓംകാരം ജപിക്കുക. 3 തവണ കൈ കോർത്ത് മടിയിൽ വയ്ക്കൂ. ആകാവുന്നിടത്തോളം നിവർന്നിരുന്ന് കണ്ണടച്ച് മനസ്സും വായും തുറന്ന് ജപിക്കുക. ഓ ഇത്രയധികം ആൾ ജപിച്ചാൽ ഈ ശബ്ദം കേട്ടാൽ പോരല്ലോ, എനിക്ക് ഒന്നും കേൾക്കുന്നില്ല. ഒന്ന് സടകൊട ഓ പോരാ. ഓ ഹരി ഓം തസ് ജയ. ഇന്നലെ ഉദ്ഘാടന ദിവസമായിരുന്നല്ലോ. ഇന്ന് മുതൽക്ക് നമുക്ക് ഈ ആത്മതത്വ സമീക്ഷയുടെ ഒരു പൂർണ്ണമായ ഒരു പുറപ്പാടും സമ്പ്രദായവുമാണ്. അതുകൊണ്ട് ആദ്യമായി നിങ്ങൾ എന്തു വേണം, നമുക്ക് ശ്ലോകങ്ങൾ ചൊല്ലാറുണ്ട് എല്ലാ ദിവസവും. ആ ശ്ലോകങ്ങൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ടല്ലോ. ആ ഒരു ശ്ലോകം അതിന് മുൻപ് നിങ്ങൾക്ക് എല്ലാവർക്കും ചൊല്ലിക്കേട്ട് ചൊല്ലാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരു ശ്ലോകം ഇന്നലെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് ചൊല്ലിയതാണ്. സർവസർവപദാതീതഃ സർവസർവപദാതീതഃ സർവവിത് സർവഭൃത്തഥാ സർവവിത് സർവഭൃത്തഥാ സർവാകാര നിരാകാരഃ സർവാകാര നിരാകാരഃ തസ്മൈ സർവാത്മനേ നമഃ തസ്മൈ സർവാത്മനേ നമഃ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? സർവഃ സർവപദാതീതഃ സർവവിത് സർവഭൃത് തഥാ സർവാകാര നിരാകാരഃ തസ്മൈ സർവാത്മനേ നമഃ. നമുക്ക് പല വിധത്തിലുള്ള ഈശ്വര സ്തുതികളുണ്ട്. ദേവീദേവന്മാരെ സ്തുതിക്കുക. അങ്ങനെ സ്തുതിച്ചാണ് വേദങ്ങൾ തന്നെ തുടങ്ങിയിരിക്കുന്നത്. സംഹിത എന്നാണ് ആ ഭാഗത്തിന് പേര്. സ്തുതിക്ക് ശേഷമാണ് അവരെന്ത് ചെയ്തു? ഇങ്ങനെ ഈശ്വരനോ ഇങ്ങനെ ഉപരിദേവതകളെ വെറും സ്തുതിച്ച് ആരാധിച്ചത് കൊണ്ടോ ബഹുമാനിച്ചത് കൊണ്ടോ ആയില്ല. അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് തോന്നിയിട്ടാണ് ഹോമകുണ്ഡത്തിൽ അഗ്നി ജ്വലിപ്പിച്ച് അതിൽ പല ദഹിക്കാവുന്ന പല സാമഗ്രികളും സമർപ്പിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് നമ്മുടെ വളർച്ച. അതിനുശേഷമാണ് ഈ ഉപനിഷത്തുകളും പരമാത്മചിന്തയും പരമാർത്ഥബോധവും ഒക്കെ ഉണ്ടായത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ ഭക്തി എന്ന് പറയുന്നത് ജ്ഞാനത്തിന് വിരോധമായി നിൽക്കുന്നതല്ല,
മുന്നോടിയായി ഒരു സോപാനത്തിലുള്ള പല പടികൾ പോലെയുള്ളതാണ് നമ്മുടെ ആരാധനാക്രമങ്ങൾ മുഴുവനും. നമ്മുടെ ഭാരത സംസ്കാരം ഇന്നേ വരെ നിലനിന്നിട്ടുണ്ടെങ്കിൽ അത് 2 ധർമ്മകേദാരങ്ങൾ വഴിയാണ്. ഒന്ന്, ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികളും വന്നുകൂടുന്ന ദേവീദേവ സന്നിധികൾ, തീർത്ഥസങ്കേതങ്ങളെല്ലാം. അത് കഴിഞ്ഞാലോ അവിടെയൊക്കെ മിണ്ടാത്ത ദൈവമാണ്. നമുക്ക് ചോദിക്കാനോ കേൾക്കാനോ സങ്കടമുണർത്തിക്കാനോ സമാധാനം കിട്ടാനോ അവിടെ സാധിക്കില്ല. ഏകപക്ഷീയമായ ആരാധന മാത്രമേ അവിടെ നടത്താൻ പറ്റൂ. നേരെ മറിച്ച് ആശ്രമങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ചെന്ന ആശ്രമാധിപനെയോ ആശ്രമാധിപതിയെയോ നമസ്കരിച്ച് നമുക്ക് പറയാനുള്ളതും ചോദിക്കാനുള്ളതും ഒക്കെ ചോദിച്ച് മറുപടിയെല്ലാം കേട്ട് സമാധാനത്തോടുകൂടി വരാം. നിങ്ങൾ എത്ര കാലം ക്ഷേത്രത്തിൽ പോയാലും ആ ദേവിയോ ദേവനോ നിങ്ങളോട് ഉരിയാടുക എന്നുള്ളത് ഉണ്ടാവില്ല. നമ്മുടെ ആരാധന നാം നല്ല പോലെ ചെയ്താൽ ആരാധനയുടെ മഹത്വം കൊണ്ടും അതിന് തനതായിട്ടുള്ള ഗുണവിശേഷങ്ങൾ ഉള്ളത് കൊണ്ടും നമുക്കൊരു ശുദ്ധിയും സമാധാനവും ഉണ്ടാവും എന്നതുവരെ മാത്രമേ സഹായിക്കൂ. അപ്പം ഭക്തി നമുക്ക് ഒരിക്കലും ഒരു വിരോധമുള്ളതല്ല. ഇതിപ്പോൾ ആത്മതത്വ സമീക്ഷയായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ആരാധനയ്ക്ക് കൂടുതൽ വിവേകപൂർണമായിരിക്കുന്ന ഒരു രൂപം കൊടുത്തു. അതാണ് പറയുന്നത്. ഭഗവാനോ അല്ലെങ്കിൽ പരമാത്മാവോ പരമേശ്വരനോ ആരാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് എല്ലാമാണ് ഈശ്വരൻ. വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ ശബ്ദം അല്ലെങ്കിൽ പദം എന്താ? വിശ്വം വിഷ്ണുർവഷട്കാരോ എന്നാണ്. മഹാവിഷ്ണു എന്ന വാക്കിന് തന്നെ അർത്ഥം എല്ലാ ദിക്കിലും ഉള്ളിലും വെളിയിൽ പുറത്തും ഒരേപോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ചൈതന്യവിശേഷം എന്നാണ് അർത്ഥം. അപ്പോൾ ആ ചൈതന്യവിശേഷം തന്നെയാണ് സ്ഥൂല രൂപത്തിലോ ഘനീഭവിച്ചോ ഈ ലോകമായി തീർന്നിട്ടുള്ളത് എന്നാണ് ഈ വിശ്വം എന്നുള്ളതിനർത്ഥം. അതുപോലെ ഇവിടെ സർവമായി, എന്നാലോ കാണുന്നതെല്ലാറ്റിനും ഉപരിയായി ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാതെ എല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാറ്റിനെയും സന്ധാരണം ചെയ്തുകൊണ്ട് എല്ലാ വിധത്തിലുള്ള ആകാരങ്ങൾക്കും അതീതമായി നിരാകാരമായി ഇരിക്കുന്ന ആ സർവാത്മാവിനെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ് ഈ ശ്ലോകം. എത്ര പ്രസക്തമാണ് നമ്മുടെ ആത്മതത്വ സമീക്ഷയ്ക്ക് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കൽ കൂടി ചൊല്ലിത്തരാം, നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലൂ. സർവസർവപദാതീതഃ സർവസർവപദാതീതഃ സർവവിത് സർവഭൃത്തഥാ സർവഭൃത്തഥാ സർവാകാരനിരാകാരഃ സർവാകാരനിരാകാരഃ തസ്മൈ സർവാത്മനേ നമഃ തസ്മൈ സർവാത്മനേ നമഃ. ഇനി ചൊല്ലാൻ പോകുന്ന ശ്ലോകം അപ്പുറത്തും ഇപ്പുറത്തും എഴുതി വച്ചിട്ടുണ്ട്. അതായിരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം മുദ്രാവാക്യം. ആത്മതത്വ സമീക്ഷ പ്രേക്ഷകരായി ആരാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ടോ, ഇതിൽ മറ്റു വിധത്തിൽ പങ്കാളികളായി ആരാരെല്ലാം ഉണ്ടോ, അവരെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ശരീരം ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്തുകൊണ്ട് എല്ലാറ്റിനെയും സൂചിപ്പിക്കുന്നതും വെളിപ്പെടുത്തുന്നതുമായ ഒരു ദൃഷ്ടാന്തമാണ്, ഒരു സാമ്പിളാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തിൽ 2 ഭാഗങ്ങളുണ്ട്. പാഞ്ചഭൗതികമായ ശരീരം ഒന്ന്, ആ ശരീരത്തെ ഉജ്ജീവിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചേതനാവിശേഷം, ചൈതന്യവിശേഷം, ആത്മാ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അത്. ഇത് 2നെയും വേർതിരിച്ചെടുക്കാൻ നമുക്ക് ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ ജനക മഹാരാജാവേ, അങ്ങക്ക് ഇപ്പം തന്നെ വിശ്രമം കിട്ടും, ഇപ്പം തന്നെ സ്ഥൈര്യം കിട്ടും എന്ന് പറഞ്ഞ് എന്നോട് ചോദിച്ചുല്ലോ ജ്ഞാനം എന്താണെന്ന്. അതിന് മറുപടി എന്ന് പറഞ്ഞ് പറയുകയാണ്. ഇത് വാസ്തവത്തിൽ 4ാമത്തെ ശ്ലോകമാണ്. അതാണ് ഒരു മുദ്രാശ്ലോകമായി നാം തിരഞ്ഞെടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിരിക്കുന്നത്. ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലൂ. കയ്യിൽ 1ാമത്തെ അധ്യായം ഉണ്ടെങ്കിൽ അതിൽ 4ാമത്തെ ശ്ലോകം കാണാവുന്നവർക്ക് ഇവിടെ കാണും ചെയ്യാം. വളരെ മനോഹരമായി എഴുതി വച്ചിരിക്കുന്നു. യദി ദേഹം പൃഥകൃത്യ, ഒരു കാര്യം ഇവിടെ ആർക്കാർക്ക് മുഖങ്ങളുണ്ടോ വായുണ്ടോ നാവുണ്ടോ എല്ലാവരും ചൊല്ലണം. അല്ലെങ്കിൽ ഞാനിത് ചൊല്ലിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ചൊല്ലുന്നതാണ് എനിക്ക് ആവശ്യം. ഞാൻ ചൊല്ലിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഇത് ചൊല്ലുന്നത് നിങ്ങളാണ്. സർവ്വ ആൾക്കാരും മടികളഞ്ഞ് ആവേശഭരിതരായി അങ്ങേയറ്റത്തെ ഭഗവത് സ്നേഹത്തോടുകൂടി വൈരാഗ്യമൂർത്തികളായി ചൊല്ലൂ. യദി ദേഹം പൃഥകൃത്യ,
पृथक्कृत्य चिति विश्राम्य तिष्ठसि चिति विश्राम्य तिष्ठसि चिति विश्राम्य तिष्ठसि चिति विश्राम्य तिष्ठसि अधुनैव सुखी शान्तो अधुनैव सुखी शान्तो बन्धमुक्तो भविष्यसि बन्धमुक्तो भविष्यसि बन्धमुक्तो भविष्यसि तो भविष्यसि ഇത് നമ്മുടെ മുദ്രാശ്ലോകങ്ങളാണ്. ഈ അഷ്ടാവക്ര സംഹിത എടുക്കാൻ, പ്രത്യേകിച്ചും ഒരു പൊതു സദസ്സിലെടുക്കാൻ എനിക്ക് സാധാരണ ഒരു വൈമനസ്യമുണ്ട് എന്ന് നിങ്ങളോട് പറയണ്ടായി. എന്താ അതിന് കാരണം? എല്ലാറ്റിനെയും നിരാകരിച്ചുകൊണ്ട്, തള്ളിക്കളഞ്ഞുകൊണ്ട് ആത്മാ മാത്രമേ ഉള്ളൂ, അതുമാത്രം. ആത്മാ പ്ലസ് ഇല്ല, മൈനസ് ഇല്ല. ഭഗവാൻ എന്ന് പറയുന്നത് സർവവ്യാപിയാണ്. ആ സർവവ്യാപിത്വത്തിൽ വേറെ ഒന്നിന് സ്ഥാനമില്ല എന്ന് പറഞ്ഞ് എല്ലാ വിധത്തിലുള്ളതിനെയും തള്ളിക്കളഞ്ഞ് റോക്കറ്റിൽ പോകുന്ന പോലെ ഒരൊറ്റ പോക്കാണ് അന്തരാത്മാവിലേക്ക്. അങ്ങനെ വരുമ്പോൾ സ്വാമിജി ഇത് എല്ലാവർക്കും സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ എന്താ ഞാൻ മറുപടി പറയുക? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ സംസ്കാരം തന്നെ മൂല്യാധിഷ്ഠിതമാണ്. കുട്ടിക്കാലം മുതൽക്ക് നാം കുട്ടികളെ പഠിപ്പിക്കുന്നത് മൂല്യങ്ങളായിരിക്കണം. അവരുടെ പ്രായത്തിനനുസരിച്ച് ആ മൂല്യങ്ങളോടുകൂടി തത്വങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കുറേ കഴിഞ്ഞാൽ തത്വമൂല്യങ്ങളിൽ നിന്ന് സിദ്ധാന്തങ്ങളിലേക്ക് തത്വവിചാരത്തിലൂടെ അവരെ പ്രവേശിപ്പിക്കണം. ഇങ്ങനെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്ന് യുക്തിസഹമായി ചിന്തിക്കാനും സത്യത്തിലും ധർമ്മത്തിലുമെല്ലാം നല്ല കറതീർന്ന ഒരു സ്വഭാവം, ഒരു സംസ്കാരം വളർത്തിയെടുക്കാനും എല്ലാവരും പരിശ്രമിക്കണം. ആ മൂല്യാധിഷ്ഠിതമായ ജീവിതവും സംസ്കാരവുമാണ് നമ്മുടെ ഭാരതഭൂമിയുടെ ഏറ്റവും മികച്ച സമ്പത്ത്, ധന്യത, മഹത്വം, മികവ്. എല്ലാ വിധത്തിലുമുള്ള യോഗ്യതയും ശ്രേഷ്ഠതയുമാണത് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. സാധാരണ ഒരു വീട്ടിലൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ നിങ്ങൾ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് കണക്കാക്കുന്നതോ പറയുന്നതോ ശരിയല്ല. ജനിച്ചത് നിങ്ങൾക്കാണ്, എനിക്കൊരു വിരോധവുമില്ല. പക്ഷേ ആ കുട്ടി രാജ്യത്തിൻ്റെ പൗരനാണ്, ലോകത്തിൻ്റെ പൗരനാണ് എന്ന് ചെറുപ്പകാലം മുതൽക്ക് തന്നെ പറഞ്ഞ് നിങ്ങൾ വളർത്തണം. ഒരു രാജ്യത്തിൻ്റെ ശക്തി എന്താ എന്ന് ചോദിച്ചാൽ, രാജ്യത്തിനുള്ള ശക്തി, ആ രാജ്യത്തിനുള്ള ഭദ്രത, ഇത് രണ്ടും അവിടെ ജനിക്കുന്ന കുട്ടികൾക്കുള്ള രാജ്യസ്നേഹവും ഐക്യബോധവുമാണ്, അഖണ്ഡതയാണ്. നമ്മുടെ രാജ്യത്തിൽ 120 കോടി ജനങ്ങളുണ്ട്. ഈ 120 കോടി ജനങ്ങൾ ഒറ്റയ്ക്കായി ഓരോ അമ്മയ്ക്ക് ജനിച്ച കുട്ടികളാണ്. എന്നിട്ടാണ് അവർ 120 കോടിയായി തീരുന്നത്. 100-200 പേർ ഒന്നിച്ച് ജനിക്കുന്നില്ല ഒരു ഗർഭപാത്രത്തിൽ നിന്നും. ആ ഒറ്റയ്ക്ക് ജനിച്ച ശിശുവാണ് ഈ വലിയ ഭയപ്പെടുത്താവുന്ന തരത്തിൽ കേമമായിട്ടുള്ള ഒരു സംഖ്യയായി തീരുന്നത്. ഏത് മാതൃഗർഭത്തിൽ നിന്ന് ജനിച്ചോ, ഏത് അച്ഛനമ്മമാരിൽ ഒരു കുടുംബത്തിൽ ജനിച്ചുവോ, അവിടെ വളർത്തിയെടുക്കുന്ന സമയത്ത് വീട്ടുകാരും നാട്ടുകാരും അവർ സംസാരിക്കുന്ന ഭാഷ, അവരുടെ ആശയവിനിമയം, കുട്ടികളുടെ മുൻപിൽ അവർ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കണ്ടും കേട്ടും നല്ല പോലെ അവരെ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു ചുമതലയുണ്ട്. അതിന് വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ പരിശ്രമിക്കണം. നമ്മുടെ ശരീരത്തിന് മാത്രമുള്ള പോഷണമാണ് ആഹാരം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ സ്വാമിക്ക് കൃതാർത്ഥതയായി. നാം ഭക്ഷണം കഴിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, ഒരു പാർപ്പിടത്തിൽ പാർത്തു വരുന്നു. പക്ഷേ ഇതെല്ലാം ശരീരത്തിന് മാത്രമുള്ള പോഷണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ മനുഷ്യൻ ശരീരം മാത്രമാണോ? അല്ല. ഈ ശരീരമുണ്ടെന്ന് നമ്മളെ അറിയിപ്പിക്കുന്നത് മനസ്സാണ്. ആ മനസ്സിന് ദിശ നൽകുന്നത് നമ്മുടെ ബുദ്ധിയാണ്. ആ മനസ്സിനും ബുദ്ധിക്കും വളർച്ച വേണമെങ്കിൽ അതിനും വേണമല്ലോ പോഷണം. ആ പോഷകങ്ങളാണ് നമ്മുടെ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിനെയും ബുദ്ധിയെയും പോഷിപ്പിച്ച് വളർത്തി വികസിപ്പിച്ച് സൂക്ഷ്മമായി അതിന് ഔത്കൃഷ്ടവും ഉത്തുംഗതയും എല്ലാം നൽകുന്നത് നാം കേൾക്കുന്നതും പഠിക്കുന്നതും അനുവർത്തിക്കുന്നതുമായ മൂല്യങ്ങളാണ്. ഈ മനസ്സിൻ്റെ മൂല്യങ്ങൾ കൊണ്ട്, ബുദ്ധിയുടെ മൂല്യങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടാനുള്ളത് എന്താ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ശക്തിയുണ്ട്, ആത്മബലം എന്നാണ് അതിന് പറയുക. പല സന്ദർഭത്തിലും ആത്മബലമില്ലാതെ നാം കൊടിഞ്ഞ് തൂങ്ങുന്ന സമയങ്ങളുണ്ട്. അർജുനന് സംഭവിച്ചത് അതാണ്. 13 കൊല്ലത്തെ തയ്യാറെടുപ്പോടുകൂടി വന്നിട്ടും യുദ്ധം ചെയ്യാൻ സാധിച്ചില്ല. അന്നേ വരെ കൊതിച്ചിരുന്ന യുദ്ധം
കൃഷ്ണനെ പോലെ ഒരാൾ തേരാളിയായി കിട്ടും ചെയ്തു, എന്നിട്ടും ഉണ്ടായില്ല കാര്യം നടത്താൻ. അപ്പോൾ ആത്മബലവും സ്ഥൈര്യവും ധാരാളം നൽകി വിവേകത്തോടുകൂടി വിശേഷബുദ്ധിയോടുകൂടി എന്ത് ചുറ്റുപാടിലും എന്ത് സാഹചര്യത്തിലും എന്ത് പ്രതിസന്ധിയിലും നാം ദൃഢനിശ്ചയത്തോടുകൂടി അതിനെ നേരിട്ട് മുൻപോട്ട് പോകാൻ സാധിപ്പിക്കുന്നതുമാണ് നമ്മുടെ മൂല്യവത്തായ സംസ്കാരം. നമ്മുടെ സംസ്കാരം വേണ്ടതുപോലെ കൈപ്പറ്റുന്ന പക്ഷം, നാം അത് വളർത്തിയെടുക്കുന്ന പക്ഷം, ഭാരതീയനായ ഒരു കുഞ്ഞു പോലും ഒരു കാലത്തും തളരില്ല, കുഴയില്ല. കുന്തിദേവി മക്കളെയൊക്കെ പറഞ്ഞയച്ച് 12-13 കൊല്ലക്കാലം വിതുരൻ്റെ കൂടെ താമസിച്ചു. ആ താമസത്തിൽ അവർക്ക് അനുഭവിച്ച മനോവേദനയൊക്കെ പറ്റി കുന്തിദേവി പറയുന്നുണ്ട്. ഞാൻ മുക്തിസുധാകരത്തിൽ ഇതൊക്കെ കുറേ വിശദമാക്കി പറയുണ്ടായിട്ടുണ്ട്. കഷ്ടപ്പെടാത്തവരാരുമില്ല. എന്ത് കഷ്ടപ്പാട് വന്നാലും അതിനെ താങ്ങി നിർത്താനും സംഭരിക്കാനും സന്ധാരണം ചെയ്യാനുമുള്ള ശക്തി നമ്മുടെ ധർമ്മത്തിനും തത്വമൂല്യങ്ങൾക്കുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ തത്വമൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സ്വഭാവ രീതികളാണ് സംസ്കാരം എന്ന് പറയുന്നത് ആയിത്തീരുന്നത്. കൾച്ചർ എന്നുള്ളൊരു വാക്കിനെക്കുറിച്ച് ഞാൻ കൽക്കട്ടയിൽ സന്യാസം സ്വീകരിക്കുന്നതിന് മുൻപ് അവിടുത്തെ ലീഡിങ് ന്യൂസ് പേപ്പറായിരുന്നു സ്റ്റേറ്റ്സ്മാൻ. അതിൽ കൾച്ചർ എന്നൊരു വാക്കെടുത്ത് മാസങ്ങളോളം ഓരോരുത്തർ എഴുതിക്കൊണ്ടിരുന്നു. എന്താണ് ഈ കൾച്ചർ, സംസ്കാരം എന്ന് പറഞ്ഞാൽ? തത്വമൂല്യങ്ങളിലും സിദ്ധാന്തങ്ങളിലും അധിഷ്ഠിതമായ സ്വഭാവം, പെരുമാറ്റം, സമ്പർക്കം ഇതെല്ലാം അടങ്ങുന്ന ജീവിത രീതികളും പരിശീലനങ്ങളുമാണ് വാസ്തവത്തിൽ സംസ്കാരം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് ജന്മനാ കിട്ടുന്നുള്ളൂ. ബാക്കിയൊക്കെ വിദ്യാഭ്യാസത്തിലൂടെയും ബാക്കിയുള്ളവരുമായുള്ള പെരുമാറ്റത്തിലൂടെയും സമ്പർക്കത്തിലൂടെയും വേണം കിട്ടാൻ. ഈ ജന്മനാ നമുക്ക് കിട്ടുന്ന സംസ്കാരത്തെ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അവനവൻ്റെ ഗൃഹവും ഗൃഹവാസികളും അച്ഛനമ്മമാരുമാണ്. പിന്നെ നമുക്ക് കിട്ടാനുള്ളത് അധ്യയന കേന്ദ്രങ്ങളിലാണ്. ആ അധ്യയന കേന്ദ്രങ്ങളിൽ നമ്മുടെ പാഠ്യക്രമങ്ങളും പരിശീലന മുറകളുമെല്ലാം ഈ സംസ്കാരം വളർത്തിയെടുക്കാനും തൊടുത്തിടാനും സാധിക്കുന്ന തരത്തിലാകണം. ഇവിടെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും വളരെ വിവേകത്തോടെ അവരുടെ പങ്ക് വഹിക്കേണ്ടത്. എന്നാൽ അവർ വഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള മറുപടി അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ ക്രമങ്ങളൊക്കെ പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി വിട്ടുകൊടുത്തിരിക്കുക ഒരിക്കലും ശരിയാവില്ല. നാം ഭാരതം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിൽ ഭാരതത്തോടുള്ള സ്നേഹവും കൂറും അഖണ്ഡതയുമാണ് ഏറ്റവും പ്രധാനം. ഭാഷ കൊണ്ട് നാം വിഭജിക്കപ്പെട്ടവരാണ്. വേഷവിധാനങ്ങൾ കൊണ്ട് നമുക്ക് വ്യത്യാസമുണ്ട്. ഭക്ഷണക്രമങ്ങളിൽ നമുക്ക് വ്യത്യാസമുണ്ട്. ഇതെല്ലാം വിട്ട് നാം ഒന്ന് എന്ന് പറയണം. ഒരു പാസ്പോർട്ടും ആണെങ്കിൽ അത് ഇന്ത്യ എന്ന് പറയുന്ന അഖണ്ഡ ഭാരതത്തെ ചൊല്ലി മാത്രമേ ഉള്ളൂ. അപ്പോൾ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ വേണ്ട നടപടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ഡെസിമൽ പെർസെൻറ്റേജേ ഉണ്ടാവുള്ളൂ. നമ്മുടെ പഞ്ചവത്സര പദ്ധതി എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ. എത്ര 5 ഇയർ പ്ലാനായി ഇങ്ങനെ ഓരോന്നായി വരുന്നു. അതേമാതിരി നമുക്ക് സംസ്കാര മൂല്യങ്ങളും ദേശസ്നേഹവും ദേശീയ സംസ്കാരവും വളർത്തിയെടുക്കാനുള്ള ഒരു പദ്ധതിയും കൂടി നമുക്ക് ആവശ്യമാണ്. അത് പഞ്ചവത്സര പദ്ധതിയാകട്ടെ അല്ല അതിലും കുറവാകട്ടെ, എന്തായാലും ഒരു സംസ്കാര നിർമ്മാണ പദ്ധതി നമുക്കില്ലാതെ പറ്റില്ല. സംസ്കാരം അടിമുടി മനുഷ്യൻ്റെ ഉൾവ്യക്തിത്വത്തെ സ്പർശിച്ച് നിൽക്കുന്നതാണ്. നമ്മുടെ ദേഹത്തുനിന്ന് പറ്റി നിൽക്കുന്നതല്ല നമ്മുടെ സംസ്കാരം, ഉൾവ്യക്തിത്വത്തെ. ആ ഉൾവ്യക്തിത്വത്തെ സുന്ദരമാക്കണം, സുഭഗമാക്കണം, സുശക്തമാക്കണം, പരോപകാരപ്രദമാക്കണം. ഇതൊക്കെയാണ് സംസ്കാരത്തിൻ്റെ കാതലായിട്ടുള്ള ഭാഗങ്ങൾ. സംസ്കാരം എന്ന വാക്ക് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എന്താണ് ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ഞാൻ എടുത്തു നോക്കി. ഞങ്ങളൊരു ഫൗണ്ടേഷൻ ഫോർ ദ റെസ്റ്റോറേഷൻ ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് വിദ്യാഭ്യാസ മൂല്യങ്ങളും മൂല്യവത്തായ വിദ്യാഭ്യാസം ദേശീയമായി പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞ് അതിന് ചില പ്രവർത്തനങ്ങളും ഡൽഹിയിൽ നടത്തി വരുന്നുണ്ട്. നമുക്ക് മോറൽ സയൻസ് അല്ലെങ്കിൽ മോറൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് ഏതാനും കുറേ മൂല്യങ്ങൾ, സത്യം പറയൂ, ധർമ്മം ആചരിക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് സംസ്കാരമാവില്ല. മൂല്യാധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസമാവണം. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമായി മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതുകൊണ്ടായില്ല. നമ്മുടെ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസമാകണം, മൂല്യാധിഷ്ഠിതമായ ജീവിതവുമാകണം നമ്മുടെ. അതുകൊണ്ട് വീട്ടിലും പഠന കേന്ദ്രങ്ങളിലുമാണ് ഇത് ശരിക്കും രൂപം കൊള്ളേണ്ടതും ശക്തമായി പ്രവർത്തിക്കേണ്ടതും.
ഒരു ജനത കൈവരിച്ചിട്ടുള്ള ബൗദ്ധ നേട്ടങ്ങൾ കലാരൂപത്തിലും അതോട് ബന്ധപ്പെട്ട രൂപത്തിലും കൂട്ടായി ജനങ്ങൾ പ്രകടമാക്കുമ്പോഴാണ് അതിന് സംസ്കാരം എന്ന പേര് വരുന്നത്. ദി ആർട്ട് ആൻഡ് ദി അതർ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദി ഇൻ്റലക്ച്വൽ അച്ചീവ്മെൻറ്റ് ഓഫ് എ സൊസൈറ്റി റിഗാർഡഡ് ആൻഡ് പ്രാക്ടീസ് കളക്റ്റീവ്ലി എന്നാണ് കൾച്ചർ എന്നുള്ള വാക്കിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ബൗദ്ധ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അത് വളരെ ശാസ്ത്രീയമാണ്, ഇൻ്റലക്ച്വലാണ്, റാഷണലാണ്. ആ ഒരൊറ്റ വാക്ക് മതി നമ്മുടെ കൾച്ചർ അനിഷേധ്യമാണെന്ന് തെളിയിപ്പിക്കാൻ. നമ്മുടെ ഹിന്ദു മതത്തിലാകട്ടെ ഭാരതീയ ധർമ്മ സിദ്ധാന്തങ്ങളിലാകട്ടെ ഒരു വാക്ക് പോലും നിങ്ങൾ കാണില്ല എന്ത് യുക്തിക്ക് വിരോധമായി. വസിഷ്ഠർ പറയുന്നു എന്ത് യുക്തിയുക്തം പ്രഗൃഹീയ ബാലാദപി വിചക്ഷണഃ അന്യച്ച തൃണവത്യാജ്യം അപ്യുക്തം ബ്രഹ്മയോനിന. യുക്തിസഹമായി ഒരു കൊച്ചുകുട്ടി എന്തെങ്കിലും പറഞ്ഞാൽ പോലും അത് ഉൾക്കൊള്ളണം. നേരെ യുക്തിക്ക് വിരോധമായി പത്മജൻ പറഞ്ഞാൽ പോലും ബ്രഹ്മാവ് പറഞ്ഞാൽ പോലും പുൽക്കൊടി പോലെ തള്ളിക്കളയണം എന്നാണ് നമുക്ക് പ്രമാണം. അപ്പം നമ്മുടെ സംസ്കാരത്തിൽ അയുക്തം, അപ്രായോഗികം, അശാസ്ത്രീയം എന്ന് പറഞ്ഞ് ഒരു വാക്ക് പോലും കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അങ്ങനെ മൂല്യവത്തായ ഒരു പശ്ചാത്തലത്തിലും സംസ്കാരത്തിലും ഉറച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ അഷ്ടാവക്ര സംഹിത എടുക്കുന്നത് എന്ന് പറയാൻ എനിക്ക് വളരെ നിർബന്ധം തോന്നുന്നു. ഞാൻ ഇവിടുന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് എന്താ സ്വാമിജി ഇങ്ങനെ പറഞ്ഞത് എന്നൊന്നും അല്ല നിങ്ങൾ വിചാരിക്കണ്ടേ. നേരെ മറിച്ച് അത് വളരെയധികം വിജ്ഞാപകമായി നിങ്ങൾ കരുതണം. നോക്കൂ, ഞാൻ അഷ്ടാവക്രൻ്റെ ചരിത്രം പറഞ്ഞു. 8 വളവോടുകൂടി അവിടെ രാജസദസ്സിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു. ആ 8 വളവോടുകൂടി പ്രവേശിച്ചാൽ സാധാരണ എന്താ ഉണ്ടാവുക? ആ അഷ്ടാവക്രൻ്റെ നടത്തം ചാഞ്ഞും ചെരിഞ്ഞും വളഞ്ഞും തിരിഞ്ഞും പിരിഞ്ഞും പൊങ്ങിയും താണും ഒടിഞ്ഞും നിവർന്നുമൊക്കെയുള്ള ഒരു പോക്കായിരുന്നു. ഇതെല്ലാം കൂടി കണ്ടപ്പോഴാണ് എല്ലാവരും കൂടി പൊട്ടിച്ചിരിച്ചത്. ആ പൊട്ടിച്ചിരിച്ചപ്പോൾ അത് കണ്ട് താനും ചിരിച്ചു എന്നുള്ളതാണ് അവിടെ ജനക മഹാരാജാവിന് വലിയ ചോദ്യചിഹ്നമായത്. അപ്പോൾ ചോദിച്ചപ്പോഴാണ് ജനക മഹാരാജാവിൻ്റെ അപക്വതയും ആ വിദ്വത്സദസ്സിന് ഒട്ടാകെ പറ്റിയിട്ടുള്ള അമളിയും അജ്ഞാനവും വെളിപ്പെട്ടത്. സാധാരണ പറയും സൂര്യൻ എല്ലാ ദിക്കിലും പ്രകാശിക്കും, പ്രകാശകിരണങ്ങൾ പരത്തും. എന്നാൽ മുക്കിലും മൂലയിലും നമ്മുടെ അറയുടെ ഉള്ളിലുമെല്ലാം ചെരാത് കൊളുത്തി കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ ടോർച്ച് കൊണ്ടുപോകേണ്ടി വരും. അവിടെ സൂര്യൻ്റെ വെളിച്ചം എത്തില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ നാം അറിഞ്ഞാലും അറിവ് പൂർണ്ണമായി എന്നൊരൊറ്റ ആളും വിചാരിക്കേണ്ട. നമുക്ക് അറിയാനുള്ള പല വശങ്ങളും മൂലകളും മുക്കുകളും ഉണ്ടാവും. അതൊക്കെ എങ്ങനെയാണ് വെളിപ്പെടുന്നത്? അഷ്ടാവക്രൻ്റെ ഒരു വരവ് കൊണ്ടാണ്. ജനക മഹാരാജാവ് തത്വജിജ്ഞാസുവായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയി പ്രണമിച്ച് എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞത്. ഈ അഷ്ടാവക്ര സംഹിത എങ്ങനത്തതാണ്? രാമകൃഷ്ണദേവൻ, പരമഹംസ രാമകൃഷ്ണദേവനുണ്ടല്ലോ, അദ്ദേഹം വിവേകാനന്ദൻ വളരെ യുക്തിയും ബുദ്ധിയുമൊക്കെയുള്ള ആളാണ്. ആ വിവേകാനന്ദനോട് വായിക്കാൻ പറയുമത്രേ അഷ്ടാവക്ര സംഹിത ഒന്ന് വായിക്കൂ. 2 ശ്ലോകം വായിക്കുമ്പോഴേക്കും വിവേകാനന്ദൻ അത് താഴ്ത്താ വയ്ക്കും. എനിക്കിത് വായിക്കാൻ പറ്റില്ല എന്ന്. അപ്പം അദ്ദേഹം പറയുമായിരുന്നു അത്രേ, നരേന്ദ്ര നിനക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണ്ടി വായിക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ചു വായിച്ചതാണ്. അന്ന് വായിക്കാൻ കൂട്ടാക്കിയില്ല. ഗുരുവിൻ്റെ പേരിലുള്ള ഭക്തിയും തന്മൂലമുള്ള നിർബന്ധവും കൊണ്ട് വല്ലവിധവും വായിക്കാൻ സാധിച്ചു. അധികം താമസിക്കാതെ ആ വിവേകാനന്ദനാണ് ഭാരതത്തിലും പുറത്തും ചെന്ന് സിംഹം അലറുന്നത് പോലെ വേദാന്ത കേസരിയായി എല്ലാ പ്രഖ്യാപനങ്ങളും പ്രചരണങ്ങളും നടത്തിയത്. ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചില ഭാഗങ്ങൾ ഇത്ര വേണോ, ഇത് ശരിയോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാമെങ്കിലും മനസ്സിലാക്കിക്കോളൂ, അത് വിവേകാനന്ദന് ഉണ്ടായതുപോലെയുള്ള ഒരു മൗഢ്യമോ ഒരു എതിർപ്പോ മാത്രമേ ആവുള്ളൂ. ഈ അഷ്ടാവക്ര സംഹിത സംസാരിക്കുന്ന സമയത്ത് നാം ഒന്നിനെയും നിരാകരിക്കുന്നില്ല, ഒന്നിനെയും എതിർക്കുന്നില്ല. ശാസ്ത്രീയമായിരിക്കുന്ന സത്യങ്ങൾ ശക്തിപ്പെടുത്തി അതിനെ സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഒന്നിനെയും നിരാകരിക്കാനല്ല ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. നേരെ മറിച്ച് പല മനുഷ്യർക്കും അറിയപ്പെടാത്തതായ സത്യങ്ങൾ വേണ്ടതുപോലെ വെളിപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് സംസാരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലും ബുദ്ധിയിലും ഇത് പ്രതിപാദിക്കുന്ന സമയത്ത് തുളഞ്ഞു കയറേണ്ടതാണ് ആത്മജ്ഞാനം, ആത്മപ്രതിപാദനം. ഭൂമാനന്ദ സ്വാമിജി ഇവിടെ പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാവിനെയാണ് പ്രതിപാദിക്കുന്നത്, വേറെ ഒന്നിനെയുമല്ല. അനാത്മവർണ്ണനം ഇവിടെ ഇല്ല, ആത്മപ്രതിപാദനമാണ് ഇവിടെ ഉള്ളത്.
ഇതിൻ്റെ സ്ഥാനവും മഹത്വവും നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇന്നലെയും ചോദിച്ചു, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരുമോ എന്ന്. എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസവും ഒരു സന്തോഷവും ഒരു ആവേശവും ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വരണം. അതല്ലെങ്കിൽ നടക്കില്ല. അഷ്ടാവക്ര സംഹിത വളരെ അസാധാരണമായ ഒരു ശാസ്ത്രമോ ഗ്രന്ഥമോ ആണ്. എന്നാലോ അത്യന്തം വിജ്ഞാപകവുമാണ്. അതിൻ്റെ ശക്തി, അത് നുഴഞ്ഞും തുളഞ്ഞും നമ്മുടെ മനസ്സിൽ കയറുന്ന സ്വഭാവം, വേഗത, തീവ്രത, തീക്ഷ്ണത, കൂർമ്മം എല്ലാം തന്നെ അനിതര സാധാരണമാണ്. വളരെ നിർണായകമായ വാക്കുകൾ ഹ്രസ്വാക്ഷരങ്ങളിൽ പ്രതിപാദിക്കുകയാണ് മഹർഷി. ഒരു ജിജ്ഞാസുവിനെ ഒറ്റടിക്ക്, എന്താ എല്ലാവരും കേൾക്കുന്നുണ്ടാവും, ഒരു ജിജ്ഞാസുവിനെ ഒരു ഒറ്റടിക്ക് ആ പുറം എല്ലാം വിട്ട് ഉൾമണ്ഡലത്തിലേക്ക് ശരം തുളച്ച് കയറുന്ന മാതിരി കയറ്റുന്നതാണ് ഈ അഷ്ടാവക്ര സംഹിത. ഒറ്റടിക്കാണത് നടക്കുന്നത്. ഈ തുളഞ്ഞു കയറുന്ന സമയത്ത് ഒരു തരത്തിലുള്ള വിക്ഷേപമോ എതിർപ്പോ ചാഞ്ചല്യമോ അഷ്ടാവക്ര സംഹിത അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ സംശയമുണ്ടാവരുത്, വിക്ഷേപമുണ്ടാവരുത്, തടസ്സമുണ്ടാവരുത്. പ്രപഞ്ചത്തിൽ പൂർണ്ണനായ ഒരു മനുഷ്യനാണ് ഞാൻ. ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ എന്നിലുണ്ട്. ആ എൻ്റെ ഉള്ളിലാണ് ഞാൻ അന്വേഷിച്ച് നടക്കുന്ന സത്യം, പ്രകാശം, ആ അതിസൂക്ഷ്മമായിരിക്കുന്ന സത്താവിശേഷം. ഇതിൻ്റെ സവിധത്തിൽ ചെല്ലാൻ എനിക്ക് ഒരു താമസവും ഉണ്ടാവരുത്. ഉണ്ട് എന്നുള്ള ബോധ്യം വരിക, ഉടനെ അങ്ങോട്ട് പോവുക. അഷ്ടാവക്രൻ്റെ ദൃഷ്ടിയിൽ ആത്മാവും ആത്മസ്ഫുരണവും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അനാത്മാവ് എന്നൊരു വാക്ക് മിണ്ടിപ്പോവരുത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഭഗവാൻ പ്ലസ് ഇല്ല, ഭഗവാൻ മൈനസും ഇല്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ ഭഗവാൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചു പോകരുത്, ഭാവന ചെയ്തു പോകരുത്. ഉള്ളതിനെ മുഴുവനും ആത്മാവായും പരമേശ്വരനായും ഭഗവാനായും കാണാനാണ് ഭക്തൻ്റെ ജീവിതം. അവിടെ അഭഗവാൻ എന്നൊരു വാക്ക് പറയരുത്. പ്രേതം, പിശാച്, ഉപദ്രവം, പൂർവജന്മ സുഹൃതം, ദുഷ്കൃതം, ആന, കുതിര, ഒട്ടകം, മിണ്ടൽ പറ്റില്ല. ഭഗവാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. പൂർവജന്മമുണ്ടെങ്കിൽ അപ്പോഴുമുണ്ട് ഭഗവാൻ, അപരജന്മമുണ്ടെങ്കിൽ അപ്പോഴുമുണ്ട് ഭഗവാൻ. വാസുദേവ സർവമിതി എന്നാണ് നമ്മുടെ മുദ്രാവാക്യം. അതുകൊണ്ട് മനസ്സിനെ വളരെ ഭംഗിയായി വേണ്ടതുപോലെ നിർത്തിക്കോളും. ആത്മാ എന്നൊരു സങ്കല്പത്തിൽ, ഭാവന, ആത്മാ എന്നുള്ളൊരു വിചാരധാരയിൽ മറ്റെല്ലാം മതിമറന്ന് എല്ലാം അലിഞ്ഞ് അതിൽ അന്തർഗതമായി പോകണം. ചിന്തിക്കൂ, മനസ്സിലാക്കൂ, വിചാരം ചെയ്യൂ, ആത്മാവിൽ മാത്രമായി ധ്യാനിക്കൂ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആത്മാവിന് ഒരു സ്വരൂപമോ ശരീരം പോലെയുള്ള ഒരു ആകൃതിയോ ഇല്ല. നിങ്ങളുടെ മനസ്സിന് ആകൃതിയുണ്ടോ? മനസ്സിൽ പ്രതിച്ഛായയ്ക്കൊക്കെ ആകൃതിയുണ്ട്, പക്ഷേ മനസ്സിന് ആകൃതിയില്ലല്ലോ. നാവെല്ലാം രുചിക്കുന്നില്ലേ? എന്നാൽ നാവിന് വല്ല രുചിയുമുണ്ടോ? വെള്ളത്തിന് വല്ല നിറവുമുണ്ടോ? ആകാശം അനങ്ങുന്നുണ്ടോ? ആകാശത്തിൻ്റെ ഉള്ളിലുള്ളതെല്ലാം അനങ്ങളില്ലേ? വിശ്വം സഞ്ചരിക്കുമോ? വിശ്വത്തിൻ്റെ ഉള്ളിലുള്ളത് മാത്രമേ സഞ്ചരിക്കുള്ളൂ. അതുകൊണ്ട് ദൃശ്യത്തിൽ നിന്ന് ദ്രഷ്ടാവിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ആത്മാവിൻ്റെ വർധന, ആത്മാവിൻ്റെ വിസ്താരം, ആത്മാവിൻ്റെ പ്രകടനം, ആത്മാവിൻ്റെ എക്സ്പ്രഷൻ, അതാണ് ഈ ലോകം. ഈ ലോകം വേറെ, ആത്മാ വേറെ എന്ന് നിങ്ങൾ കണ്ടുപോകരുത്. ദിസ് വേൾഡ് ഈസ് നോ അതർ ദാൻ ആൻ എക്സ്പ്രഷൻ ഓഫ് ദ വെരി സെൽഫ്. യു wake up in the morning and through wakefulness you start expressing and extending yourselves, your area and majesty of perception. നിങ്ങളാണ് എഴുന്നേൽക്കുന്നത്, ലോകം എഴുന്നേൽക്കുന്നില്ല. സൂര്യനെ ദൂരത്തിൽ നിന്ന് നാം കാണുന്നു, സൂര്യൻ നമ്മളെ കാണുന്നില്ല. നാം എപ്പോഴും നമ്മുടെ സ്ഥാനത്തിരിക്കുന്നവരാണ്. അത് നല്ല പോലെ മനസ്സിലാക്കൂ. നാം പറയും ഇത് ജ്ഞാനം, അത് അജ്ഞാനം, അതും ഇരട്ടകളാണ്, ദ്വന്ദ്വങ്ങളാണ്. തട്ടിക്കളയും. പാപമില്ല, പുണ്യമില്ല, ജ്ഞാനമില്ല, അജ്ഞാനമില്ല, ഭഗവാനില്ല, ഭഗവാൻ വേറെ ലോകം വേറെ എന്നില്ല. എല്ലാറ്റിനെയും തട്ടിക്കളഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് കുതിക്കണം. എവിടേക്ക് കുതിക്കും? ഞാൻ എന്ന മേഖലയിലേക്ക് കുതിക്കണം. ഞാൻ എന്നുള്ള വാക്ക് കുട്ടി പോലും ഉപയോഗിക്കും, പടുവൃദ്ധൻ പോലും ഉപയോഗിക്കും. ആ ഞാൻ സൂചിപ്പിക്കുന്നതാകട്ടെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു നിത്യസത്തയാണ്.
എന്താ കേൾക്കണല്ലോ? ഞാനെന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരം വിട്ട് വേറെ എന്തെങ്കിലും ഒന്നിനെയാണോ? അതോ ശരീരാന്തർഭാഗത്തുള്ള ഏതോ ഒരു പ്രകാശത്തെയോ നിലനിൽപ്പിനെയോ? ആ ഞാനിലേക്കാണ് നിങ്ങളുടെ കുതിപ്പ്. അവിടേക്കാണ് നിങ്ങളുടെ മനഃശരം ചെല്ലേണ്ടത്. അതാണ് നിങ്ങളുടെ ഉന്നം. വളരെ നല്ല പോലെ മനസ്സിലാക്കിക്കോളും. ബന്ധനം, മോക്ഷം വേറെ ഒരു സെറ്റ് ദ്വന്ദ്വങ്ങളാണത്. ആർക്ക് ബന്ധനം? ആത്മാവിന് ബന്ധനമോ? ആത്മാവിന് മോക്ഷമോ? സൂര്യനെ ഇരുട്ട് ബാധിച്ചുവെന്നോ? ഐസ് ചുട്ടൂന്നോ? അഗ്നി തണുത്തുപോയോ? ആർക്ക് ബന്ധനം? ഒറ്റ ആത്മാവേ ഉള്ളൂ. ആ ആത്മാവിനെ ബന്ധിക്കാൻ ആരുണ്ട്? എന്തുണ്ട്? ആ ആത്മാവിനെ പോലെ മനസ്സിലാക്കൂ. അതിനെ അനാത്മവിശേഷണം നിങ്ങൾ ചേർക്കരുത്. ആ ഒറ്റ നമ്മൾ പ്രാരബ്ധം, സഞ്ചിതം, ആഗാമി, എവിടുന്ന് വന്നു ഈ കാര്യങ്ങൾ മുഴുവൻ? ആർക്ക് പ്രാരബ്ധം? ഒരാത്മാ മാത്രമുണ്ട്. അതിൻ്റെയാണ് സർവ്വശരീരങ്ങളും. അതിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. ആത്മാവിന് ജീവൻ എന്ന് പേര് നൽകിയത് കൊണ്ട് അതിന് ബന്ധമോ പ്രാരബ്ധമോ എങ്ങനെ ഉണ്ടാവും? ആ വക പഴഞ്ചൻ സങ്കല്പങ്ങളെയെല്ലാം വലിച്ചെറിഞ്ഞ് ദഹിപ്പിച്ച് മനസ്സിനെ ശുദ്ധമാക്കൂ. ബുദ്ധിക്ക് ആശയ തെളിച്ചമുണ്ടാകട്ടെ, സ്ഥൈര്യം ഉദിക്കട്ടെ, നിശ്ചലത അനുഭവപ്പെടട്ടെ, നിസ്സംഗത പതഞ്ഞു നിറഞ്ഞ് പൊന്തി വരട്ടെ. ഇതാണ് നമുക്ക് ആവശ്യം. ഗുണമൂല്യങ്ങളെ കൊണ്ട് മനസ്സിനെ നിറയ്ക്കൂ. പ്രകാശസ്ഫുരണമായിരിക്കുന്ന ആത്മാവിൽ ഒരു തരത്തിലുള്ള ബന്ധനമോ ഇരുട്ടോ അന്യഥാ നിലയോ വിലയോ ഒരിക്കലും ഉണ്ടാവില്ല. ആത്മവിചിന്തനത്തിൽ എല്ലാം പൊയ്പോകുന്നു, മറയുന്നു, ഇല്ലാതായിത്തീരുന്നു. അനേകം എന്നൊരു തോന്നൽ തന്നെ വിട്ടുകളയണം നിങ്ങൾ. അനേകം എന്നുള്ളത് ഒരു സങ്കല്പമാണ്. 2, ഞാനീ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്താ മിണ്ടാത്തെ? നിങ്ങൾ കുറേ ദൂരെയാണ്. അനേകം എന്നുള്ളതൊരു സങ്കല്പമാണ്. 1 എന്നുള്ളതൊരു സങ്കല്പമാണ്. 2ഉം അതുപോലെ സങ്കല്പമാണ്, ഭാവനയാണ്. മനസ്സ് വിട്ടൊരു അനേകത്വമുണ്ടോ? മനസ്സ് വിട്ടൊരു ബഹുത്വമുണ്ടോ? മനസ്സ് വിട്ടൊരു ഏകത്വമുണ്ടോ? ഏകത്വം അനേകത്വം എന്ന് പറയുന്നത് ഒരു സെറ്റം ദ്വന്ദ്വങ്ങളാണ്. ഇരുട്ടും വെളിച്ചവും പോലെ, ഇന്നലെയും ഇന്നും പോലെ, ദേഹവും ആത്മാവും പോലെ, ലോകവും ഭഗവാനും പോലെ. ആ ധാരണകൾ മുഴുവൻ എന്നേക്കുമായി തള്ളിവിട്ട് നിങ്ങൾ മിണ്ടാതെ അങ്ങോട്ട് ഇരിക്കണം. പ്രാരബ്ധമാണത്രേ. കർത്താവ് ഭോക്താവ് ആരാണ് ഈ കർമ്മം ചെയ്തത്? നിശ്ചല രൂപത്തിൽ സർവ്വവ്യാപകമായിരിക്കുന്ന ഒരു ആത്മസത്ത മാത്രമേ ഈ ലോകത്തിലുള്ളൂ. അത് കർമ്മം ചെയ്യോ? കർമ്മം എന്ന് പറഞ്ഞാൽ അനക്കമാണ്, ചലനമാണ്. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ വായ അകലുന്നു, നാവതിൻ്റെ ഉള്ളിൽ ചലിക്കുന്നു, കാറ്റ് പുറത്തേക്ക് പോകുന്നു. ഇതൊക്കെ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയകളാണ്. ശരീരത്തിൻ്റെ അംഗോപാംഗങ്ങളും പ്രാണനും കൂടി വരുത്തി തീർക്കുന്ന വിക്രിയകളാണ്. എന്നാൽ എൻ്റെ ആത്മാവാകട്ടെ ചേതനാമയമാണ്. നാവ് ജഡമാണ്, പല്ല് ജഡമാണ്, എല്ലാം ജഡമാണ്. ആത്മാവാകട്ടെ ചേതന, കോൺഷ്യസ്നെസ്, പ്രജ്ഞ, അതാണ് ഈ ആത്മാ. ആ ആത്മാവ് ചലിക്കില്ല, ഗമിക്കില്ല. അതിന് ക്രിയ സംഭാവ്യമല്ല. പിന്നെ എങ്ങനെ വന്നു ഈ വാക്കുകളൊക്കെ? നിഷ്കർമ്മമാണ് നമ്മുടെ ആത്മാവ്. കർമ്മം ചെയ്യുമ്പോഴല്ലേ കർത്തൃത്വം കൊണ്ടല്ലേ ബന്ധനമുണ്ടാവുന്നത്. ഈ വക സങ്കല്പങ്ങളെയൊക്കെ തൂത്തുവാരിക്കളയൂ, ലയിപ്പിച്ച് കളയൂ. വിവേകം വളരട്ടെ, ആത്മസങ്കല്പം ഉറയ്ക്കട്ടെ. ഏകത്വം നിങ്ങളുടെ മനസ്സിൽ ഉദിക്കണം, വാഴണം, പ്രശോഭിക്കണം, പ്രസരിക്കണം, തട്ടിത്തഴച്ച് എല്ലാ ദിക്കിലും വ്യാപിക്കണം. കാണുന്നത് മുഴുവൻ ഒന്ന്. അത് ഭഗവാനാകട്ടെ, പരമാത്മാവാകട്ടെ, പരമേശ്വരനാകട്ടെ, എന്തോ ആകട്ടെ, ഒന്ന് മാത്രം, ഒന്നേ ഒന്ന്. ഈ വിചാരമാവണം നമ്മുടെ മനസ്സിൽ. സാധാരണ നമ്മൾ പറയും പ്രത്യക്ഷം, പരോക്ഷം, അപരോക്ഷം. തട്ടിക്കളയൂ ഈ സങ്കല്പങ്ങളൊക്കെ. കണ്ണിലൂടെ കാണുന്നത് ആരാ? മനസ്സിനെ അറിയുന്നത് ആരാ? ഉള്ളാത്മ. അപ്പം കണ്ണുകൊണ്ട് കണ്ടാലും കണ്ടില്ലെങ്കിലും കാണുന്നവന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? വരുന്നില്ല. കാണുന്നവനാണ്. അയാൾ ഒരിക്കലും കാണപ്പെടുന്നവനാവുന്നില്ല. കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുമാവുന്നില്ല. കാണുന്നവനാണ്. ദ്രഷ്ടാ തന്നെ. നമ്മൾ പറയും മുമുക്ഷു, മുക്തൻ, യോഗി, ഭോഗി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ?
മുമുക്ഷു, മുക്തൻ, യോഗി, ഭോഗി, ത്യാഗി, ഭൂ ഭൂ. എന്താണ് ഇതൊക്കെ അർത്ഥം? ഇതൊക്കെ മനസ്സിൻ്റെ സങ്കല്പങ്ങളും ഭാവനകളുമല്ലേ? മനസ്സിൻ്റെ ഭാവനകൾ ഏതെങ്കിലും ഒരെണ്ണം സ്ഥായിയായി അവിടെ നിൽക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ചിന്ത ഉദിച്ച് 5 മിനിറ്റോ 10 മിനിറ്റോ മറയാതെ നിൽക്കുന്നുണ്ടോ? ഒരു ചിന്തയെങ്കിലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ, എടുത്തു തരൂ കയ്യിൽ. ഇല്ലല്ലോ. ഇല്ലാത്തതിൻ്റെ പിന്നാലെ നിങ്ങൾ എന്തിനു ആവലാതിപ്പെടുന്നു? എന്തിനു നോവണു? അവിടെ എല്ലാം കൂടിയിട്ട് ദൃക്സാക്ഷിയായിട്ടൊരു മണ്ഡലം മാത്രമേ ഉള്ളൂ. സമുദ്രത്തിലാണെങ്കിലും അല പൊന്തി വരുന്നത് കാറ്റിലേക്കാണ് ഉയരുന്നത്. നമ്മുടെ ശരീരത്തിനുള്ളിൽ നിറഞ്ഞു പരിലസിക്കുന്ന പരമാത്മാവിൽ ചിന്താ തരംഗം എന്നൊരു തരംഗം ഉണ്ടാവില്ല, ഉണ്ടാവില്ല, ഉണ്ടാവില്ല. തരംഗം ഉയരണം. ഉയരുന്നിടത്ത് വെള്ളമില്ല. നമ്മുടെ ശരീരത്തിനുള്ളിൽ നിറഞ്ഞിരിക്കുന്നതാണ് ആത്മചേതന. ആ ചേതന സ്പന്ദിക്കില്ല, അത് ഗമിക്കില്ല, അത് ചലിക്കില്ല, അതിന് വികാരം വരില്ല. ആത്മാവിൻ്റെ പാട്ടുപാടൂ, നിർവികാരതയുടെ പാട്ടുപാടൂ, ആകാരത്തിൻ്റെയും നാശത്തിൻ്റെയും പാട്ടുവിടൂ. സത്യത്തെ സത്യമായി പറയൂ, സത്യമായി പറയൂ. വിചാരയധിയാ സത്യം അസത്യം ഹി പരിത്യജ അബദ്ധോ ബദ്ധയിത്യുക്ത്വാ കിം മുധാ പരിശോചസി. വസിഷ്ഠൻ ശ്രീരാമനോട് പറയാണ്, എൻ്റെ പൊന്നുരാമ, വിചാരയധിയാ സത്യം, നിന്റെ ബുദ്ധി കൊണ്ട് സത്യത്തെ വിചാരം ചെയ്യൂ. അസത്യം ഹി പരിത്യജ, അസത്യത്തെ വിട്ടുകളയൂ. അബദ്ധോ ബദ്ധയിത്യുക്ത്വാ, നീ അബദ്ധനാണ്. അബദ്ധൻ എന്ന് പറഞ്ഞാൽ ബന്ധനമില്ലാത്തവൻ. ഞാൻ ബന്ധനമില്ലാത്ത എന്നെ ബന്ധനമുള്ളവനാണെന്ന് വിചാരിച്ച് കിം മുധാ പരിശോചസി, എന്തിനാണ് എൻ്റെ പൊന്നുകുട്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ആവലാതിപ്പെടുന്നത്? നിനക്കൊന്നും വന്നിട്ടില്ല. നിന്റെ ശരീരം ജനിച്ചു, അതിൻ്റെ കൂട്ടത്തിൽ മനസ്സും കുറേ വികാരപ്പെടുന്നു എന്നല്ലാതെ നിന്റെ ഉള്ളിലുള്ളതായ ആ നിത്യസത്തയുണ്ടല്ലോ, അതിന് ഒരു വിധത്തിലുള്ള നാശമോ ഒരു വിധത്തിലുള്ള മാറ്റമോ ഇല്ല. ആ മാറ്റമില്ലാത്ത അനശ്വരമായ ആത്മാവിൻ്റെ പാട്ടുപാടൂ എൻ്റെ രാമ. അതിൽ രസിക്കൂ എൻ്റെ പൊന്നുകുട്ടി, അതിൽ ആഹ്ലാദിക്കൂ, അതിൽ മതി മറന്നു പോട്ടെ, ബുദ്ധി മറന്നു പോട്ടെ, അതിൽ ലയവും ലഗ്നതയും വരട്ടെ. ഇതായിരുന്നു വസിഷ്ഠൻ്റെ ഉപദേശം. സ്വച്ഛാകാശം പോലെയാണ് ഉള്ളിലെ ചിതാകാശം. പുറത്ത് കാണുന്നത് എന്താ? ദ്രവ്യാകാശം. എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? വാട്ട് എവർ യു സീ ഓർ പെർസീവ് ഔട്ട്സൈഡ് ഈസ് സംതിങ് ലൈക്ക് എ മെറ്റീരിയൽ സ്പേസ്. അത് ദൃശ്യമായിട്ടുള്ള ഒരു വസ്തുവാണത്, ദ്രവ്യാകാശം. ഉള്ളിലുള്ളതോ ചിതാകാശം, ദ സെൻഷ്യൻ സ്പേസ്. ദർ ഇസ് നോ കമ്പാരിസൺ ബിറ്റ്വീൻ ദ ടു. ഇറ്റ്സ് ഓൾവേസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ദ ഗ്രേവസ്റ്റ് കോൺഫ്ലിക്റ്റ് കോൺട്രാസ്റ്റ്. രണ്ടും തമ്മിൽ സ്ട്രൈക്കിംഗ് കോൺട്രാസ്റ്റാണ്. ഇത് ദ്രവ്യാകാശം ജഡം, ഉള്ളിലുള്ളതോ ചിതാകാശം ചേതനാത്മകം, ഉണർവ് രൂപത്തിലുള്ളത്. അവിടെ ബദ്ധനോ അവിടെ മുക്തനോ? ബന്ധനവുമില്ല മുക്തിയുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് ബന്ധമുക്തി അതീതനായിട്ട് വേണം വാഴാൻ. ബാക്കി എല്ലാറ്റിലും പരിവർത്തനമുണ്ട്. ഈ ബന്ധനവും മോക്ഷവും ഒക്കെ പരിവർത്തനത്തിൽപ്പെട്ടതാണ്. ബന്ധനം ഉണ്ടായിരുന്നു, കുറഞ്ഞു, പോയി, മുക്തി വന്നു, അത് ഉറച്ചു. ഇതൊക്കെ പരിവർത്തനമാണ്. ആ വാക്കുകൾ വിടൂ. എവിടെയാണ് സാധകൻ? എവിടെയാണ് സാധന? എവിടെയാണ് സിദ്ധൻ? സാധകനിലുള്ളതും ആത്മാവാണ്. സാധന ചെയ്യുമ്പോഴും ആത്മാവുണ്ട്. സിദ്ധനിലും അതേ ആത്മാവാണ്. നമ്മുടെ ആത്മാവിൽ മാറ്റം വന്നിട്ടില്ല. സാധകൻ എന്ന പേരിൽ മനസ്സിലൊരു പുതിയ ആവേശം ജനിച്ചു കാണും. സാധന എന്നുള്ള പേരിൽ പുതിയ ചില പ്രയത്നങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതിലൊന്നും നമ്മുടെ ആത്മതലത്തിൽ ഒരു മാറ്റമോ ഒരു പരിവർത്തനമോ ഇല്ല. നിങ്ങൾ ഓരോരുത്തരും പറയുന്ന ഞാനുണ്ടല്ലോ, ഞാൻ സ്വച്ഛ സുന്ദരമായ പരമാത്മാവാണ്. കേൾക്കുന്നുണ്ടോ എൻ്റെ കൂട്ടരെ? നിങ്ങൾ ഞാൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ. ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടി നാം എന്തെല്ലാം എഴുതുന്നു, എത്ര ശ്ലോകങ്ങൾ എഴുതുന്നു. ഒരു സ്തുതിയും ആവശ്യമില്ല. ഞാനാണ് സ്തുതിക്കുന്നത്. ആ ഫസ്റ്റ് പേഴ്സണൽ പ്രോനൗൺ ഉണ്ടല്ലോ, അതുമാത്രമാണ് ഭഗവത് സൂചകമായിരിക്കുന്ന ശബ്ദം. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഗ്രഹിക്കുന്നുണ്ടോ? ആ ഞാൻ എന്നുള്ള വാക്ക് മതി ഭഗവത് സ്തുതിക്ക്. വേറെ ഒന്നും വേണ്ട. നിങ്ങൾ എപ്പോൾ ഭഗവാനെ സ്തുതിച്ചോ ആ ഭഗവാനെ രണ്ടാമത് നിങ്ങളിൽ നിന്ന് വേറെ കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആ വേറെ നിൽക്കുന്നതല്ല ഭഗവാൻ, അവനവൻ്റെ ഉള്ളിലുള്ളതാണ്. ആ ഞാൻ എന്ന് പറയുമ്പോൾ അത് വിട്ടൊരു പര്യായ ശബ്ദമോ ഒരു സ്തുതി ശബ്ദമോ ഒരു നാമമോ ഒരു കീർത്തനമോ ആവശ്യമില്ല.
ഇതാണ് അഷ്ടാവക്ര സംഹിത. ഇതാണ് ജനകനോട് പറയുന്നത്. അഷ്ടാവക്ര മഹർഷി, ആ 8 വളവുകാരൻ, അദ്ദേഹത്തിൻ്റെ മനസ്സിനോ ആത്മാവിനോ ആ വളവുണ്ടായിരുന്നില്ല. ആ ഉള്ളാഴം കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് വിദ്വത്സത സാകെ അമളിയിൽ ആണ്ടുപോയി. ആ അബദ്ധം നമുക്ക് പറ്റരുത്, പറ്റരുത്, പറ്റരുത്. ഒരു തരത്തിലുള്ള ഇടപാടും നമുക്കില്ല, ഒരു തരത്തിലുള്ള പ്രവൃത്തിയും നമുക്കില്ല. ഇതൊക്കെ തൊലിപ്പുറമേ നടക്കുന്നതാണ്. ശരീരതലത്തിൽ, ഇന്ദ്രിയതലത്തിൽ, മനസ്തലത്തിൽ, ബുദ്ധിതലത്തിൽ, അഹങ്കാരതലത്തിൽ. നിങ്ങൾ ഇതിനെല്ലാം അപ്പുറത്തുള്ള വിശേഷപ്പെട്ട ഒരു സത്താവിശേഷമാണ് ഈ ഞാൻ തന്നെയായി നിൽക്കുന്നു. എത്ര തവണ നിങ്ങൾ ദുഃഖിച്ചു കാണും, എത്ര തവണ നിങ്ങൾ സംശയിച്ചു കാണും, എത്ര തവണ നിങ്ങൾ തടിച്ചിരിക്കും, മെലിഞ്ഞിരിക്കും. പണം ഉണ്ടായിരിക്കാം, ഇല്ലാതെ ഇരിക്കാം, നഷ്ടകഷ്ടങ്ങൾ വന്നിരിക്കാം. ഇതിലെല്ലാറ്റിലും തന്നെ എൻ്റെ പ്രിയപ്പെട്ട സദസ്സെ, നിങ്ങൾ എന്നോട് പറയണം, നിങ്ങളുടെ ഞാൻ വീർത്ത് ചുങ്ങിയോ? എന്താ മിണ്ടാതെ? നിങ്ങളുടെ ഞാൻ വീർത്ത് ചുങ്ങിയോ? അത് ഉയർന്ന് താഴ്ന്നുവോ? അത് മറഞ്ഞ് ഉദിച്ചുവോ? എന്താ മിണ്ടാതെ? പിന്നെ എന്താ നിങ്ങളുടെ കംപ്ലൈൻറ്റ്? എന്താണ് നിങ്ങളുടെ പരാതി? അറിവില്ലായ്മ. മനസ്സിലാക്കൂ, ഈ ഞാൻ ഒരു വീർക്കലും ഒരു ചുങ്ങലും ഉണ്ടായിട്ടില്ല. അത് അതേപടിക്ക് നിൽക്കുകയാണ്, അതേപടിക്ക് നിൽക്കുകയാണ്. ആ ഞാനെ മനസ്സിലാക്കുവപ്പാ. നിങ്ങൾക്കതിനെ ഉണ്ടാക്കണ്ട, നിങ്ങൾക്കതിനെ പോഷിപ്പിക്കണ്ട, നിങ്ങൾക്കതിനെ പ്രകാശിപ്പിക്കണ്ട. തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. അതാണ് പരമപ്രകാശം. അത് ഉള്ളപ്പോഴാണ് ബാക്കിയെല്ലാം പ്രകാശിക്കുന്നതും പ്രകാശത്തെ നാം അറിയുന്നതും. നിങ്ങൾ പറയും സൂര്യനാണ് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത്. ലോകപ്രകാശകനായിരിക്കുന്ന സൂര്യനെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ 2 കണ്ണാണ്. അപ്പൊ പറയൂ, കണ്ണാണോ പ്രകാശകം അതോ സൂര്യനോ? നിങ്ങൾ ഇത്തിരി അടുത്തില്ലല്ലോ അപ്പാ. എനിക്ക് മനസ്സിലാവണില്ല നിങ്ങളുടെ മറുപടി എന്താണ്. സൂര്യൻ പ്രകാശിക്കണു. കുരുടന് സൂര്യനുണ്ടോ ലോകത്തിൽ? ഉണ്ടോ? അപ്പോൾ സൂര്യൻ എല്ലാ ദിക്കിലും പ്രകാശിപ്പിക്കുന്ന സൂര്യനെ, ആ സൂര്യപ്രകാശം കാണിച്ചു തരുന്ന ചെറിയ 2 കണ്ണാണോ സൂര്യപ്രകാശത്തിന് പോലും പ്രകാശമായി നിങ്ങളിൽ ഇരിക്കുന്നത്? അതോ സൂര്യപ്രകാശമോ മികച്ചതപ്പാ? നിങ്ങളുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം തന്നെ ലോകത്തെയും ലോകവസ്തുക്കളെയും എടുത്താൽ എത്രയുണ്ടോ അതിനേക്കാൾ മികച്ചതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. താഴ്ന്നതല്ല. നിങ്ങൾ ലോകത്തിന് മീതെയാണ്, താഴെയല്ല. ഇവിടെ ആകാൻ ജനിച്ചവരല്ല, ഇവിടെ യജമാനനാകാൻ ജനിച്ചവരാ. യജമാന ശബ്ദം ശരിയല്ലെങ്കിലും വി ആർ ബോൺ ഹിയർ നോട്ട് ടു ബി എൻസ്ലേവ്ഡ് ബൈ ദ വേൾഡ് but to become the master of the world. Never be subdued by an external circumstance. Never be overpowered by any kind of an impact. Allow your mind to overwhelm everything in this world. ലോകമേ, നീ എമ്പാടു നിന്നും വന്നോ, എൻ്റെ ഉള്ളിലേക്ക് 5 ദ്വാരങ്ങളിലൂടെ പ്രവേശിച്ചോ. കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ത്വക്ക്, അതിനെ മുഴുവനും ഞാൻ 2 പ്രതികരണമായി മാറ്റും എൻ്റെ മനസ്സിൽ. അവയെ വിട്ടുകളഞ്ഞ് മറന്ന് ഞാൻ കിടന്നുറങ്ങും. നീയും ഉണ്ടാവില്ല, ഇന്ദ്രിയങ്ങളും ഉണ്ടാവില്ല, മനസ്സും ഉണ്ടാവില്ല, സുഖദുഃഖങ്ങളും ഉണ്ടാവില്ല. എല്ലാറ്റിനെയും മാച്ചു മറച്ച് ഞാൻ മാത്രമായി കിടന്നുറങ്ങും. ലോകമേ, നീ കമ്പിച്ചോ, നീ സംഘർഷപ്പെടുത്തിക്കോ, എന്നിൽ നിനക്കൊരു ഇഫക്റ്റുമില്ല. അങ്ങനെ ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും മാച്ചു കളയാനുള്ള ശക്തി നിങ്ങളുടെ മനസ്സിനുള്ളപ്പോൾ, നിങ്ങളുടെ ഉൾജീവനുള്ളപ്പോൾ, ഈ പ്രപഞ്ചത്തിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ കരയേ, നിങ്ങൾ ദുഃഖിക്കേ, നിങ്ങൾ ഉലഞ്ഞ് നട്ടം തിരിയേ അനുവദിക്കില്ല. ഇത് ശരിയല്ല. ഈ പോക്കിന് കടിഞ്ഞാണ് ഇട്ടേ പറ്റുള്ളൂ. നിർത്തണം. നിങ്ങൾ തെറ്റിദ്ധാരണ മാറ്റൂ, ശരിയായ ധാരണ വളർത്തൂ, പുറമേയുള്ള ദൃഷ്ടിയെ ഉള്ളിലേക്ക് ആകർഷിക്കൂ. അവനവൻ്റെ അന്തരംഗത്തിൽ അമർന്ന് ആണ്ടുപോകട്ടെ നിങ്ങളുടെ വീക്ഷണം. മനസ്സിലുള്ള ചിന്തകൾ, ചിന്തിക്കുന്നവൻ ചിന്ത, ഇതെല്ലാം വിട്ട് ആ വിശേഷപ്പെട്ട ഒരു ചേതനയുണ്ട് ഉറങ്ങിയും ഉണർന്നും കഴിയുന്നത്. ആ ചേതനയെ മനസ്സിലാക്കപ്പാ, എന്നാലേ നടക്കുള്ളൂ. ഈ ഞാൻ തന്നെയായി സദാ നിൽക്കണം. ഓൾറെഡി നിൽക്കുന്നുണ്ട്, അതിനെ മനസ്സിലാക്കണം. ഈ ഞാനെ തന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളായി മനസ്സിലാക്കണം. ഞാനൊരു ചോദ്യം ചോദിക്കും, നിങ്ങൾ ആരാ? ഞാൻ.
ആ ഞാൻ ആരാ? ശരീരമാണോ? അല്ല. മനസ്സാണോ? അല്ല. ബുദ്ധിയാണോ? അല്ല. അഹങ്കാരമാണോ? അല്ല. ഈ ലോകത്തിൻ്റെ സ്വാധീനം ഈ തലങ്ങളിലല്ലേ ഉള്ളൂ. നിങ്ങളുടെ ശരീരത്തിൽ കാറ്റ് കിടക്കണു, പുറത്തേക്ക് പോകണു, ശ്വാസകോശത്തിൽ, ശരീരത്തിൽ വെള്ളം കുടിക്കണു, വയറ്റിലേക്ക് പോണു, മൂത്രമായി പോണു, വേർപ്പായി പോണു. നിങ്ങളുടെ മനസ്സ് ചിന്തിക്കണു. അതിനെല്ലാം അപ്പുറത്തിരിക്കുന്ന ഈ ഞാൻ, അതിന് എന്തെങ്കിലും ഏറ്റമോ കുറച്ചലോ ഉണ്ടോ? എന്തുമില്ലാതെ ഉണ്ടോ? പിന്നെ എന്താ നിങ്ങൾക്ക് വന്നിരിക്കണേ? എന്തിനാണ് ഈ പൊലമ്പണത്? വിട്ടുകളയോപ്പാ. ജീവൻ മുക്തരായി ജീവിക്കൂ, സ്വച്ഛ സ്വതന്ത്രരായി കഴിയൂ, സുഖദുഃഖങ്ങൾക്ക് അതീതമായി അങ്ങനെ ആഹ്ലാദഭരിതരായി കഴിയൂ. ആകാശം ഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ പരമജ്ഞാനം, പരമാത്മാവ് നിങ്ങളെ ഗ്രഹിക്കട്ടെ. ഇതാണ് ഈ അഷ്ടാവക്ര സംഹിതയുടെ ഒരു മുഖവുരയായി എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ ശ്ലോകങ്ങളെടുത്ത് പോവാം. ജനകൻ ചോദിക്കുകയാണ് ആദ്യമായി, കഥം ജ്ഞാനമവാപ്നോതി കഥം മുക്തിർഭവിഷ്യതി വൈരാഗ്യം ച കഥം പ്രാപ്തം ഏതദ്ബ്രൂഹി മമ പ്രഭോ. എന്താ, നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒന്ന് കൈ പൊന്തിക്കും ഇഷ്ടപ്പെടുന്നവരെ. അപ്പം ഞാൻ ചൊല്ലിത്തന്നാ ചൊല്ലുവോ? മാജി അവിടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യും. കഥം ജ്ഞാനമവാപ്നോതി കഥം ജ്ഞാനമവാപ്നോതി കഥം ജ്ഞാനമവാപ്നോതി കഥം ജ്ഞാനമവാപ്നോതി കഥം ജ്ഞാനമവാപ്നോതി കഥം മുക്തിർഭവിഷ്യതി കഥം മുക്തിർഭവിഷ്യതി വൈരാഗ്യം ച കഥം പ്രാപ്തം വൈരാഗ്യം ച കഥം പ്രാപ്തം ഏതദ്ബ്രൂഹി മമ പ്രഭോ. ഏതദ്ബ്രൂഹി മമ പ്രഭോ. ജനകൻ ഉപായപ്പെട്ട ആളല്ല, മഹാരാജാവാണ്. വലിയ ഒരു വിദ്വത് സദസ്സിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് അധികം ചോദ്യങ്ങളൊന്നുമില്ല, പരിമിതമായ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളിൽ ആർക്കാർക്കെല്ലാം എന്തെന്തെല്ലാം എവിടെയെല്ലാം എപ്പോഴെല്ലാം അറിയേണ്ടതുണ്ടോ അത് മുഴുവനും അടക്കി വച്ചിരിക്കുന്നു ആ ചോദ്യങ്ങളിൽ. കഥം ജ്ഞാനമവാപ്നോതി കഥം ജ്ഞാനമവാപ്നോതി. ജ്ഞാനം എന്നിങ്ങനെ നമ്മുടെ ശാസ്ത്രങ്ങൾ ഘോഷിക്കുന്നു. ബ്രഹ്മവിത് ആപ്നോതി പരം. ഇതാണ് നമ്മുടെ നാരായണാശ്രമ തപോവനത്തിൻ്റെ മുദ്രാവാക്യം. കഥം ജ്ഞാനമവാപ്നോതി. എങ്ങനെയാണ് ജ്ഞാനം കൈവരിക്കുക എന്നാണ് ചോദിക്കുന്നത്. ആ ജ്ഞാന ശബ്ദത്തിൽ എല്ലാം പെട്ടു. ബ്രഹ്മവിത് ആപ്നോതി പരം. ബ്രഹ്മത്തെ അറിയുന്നവൻ ലോകത്തിലെ എല്ലാം കിട്ടിയവനായി. നമുക്കുള്ള നേട്ടം ജ്ഞാനമാണ്, സ്വർണമല്ല, ഭൂമിയല്ല, കുടുംബങ്ങളും കുട്ടികളുമല്ല, ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ല, വെറും പഠിപ്പും അക്കാഡമിക് ക്വാളിഫിക്കേഷനുമല്ല. നമുക്ക് ഏറ്റവും വിലപ്പെട്ടതും നമ്മെ പൂർണ്ണമാക്കി തീർക്കുന്നതും നമുക്കുള്ള വിജ്ഞാനമാണ്, അനുഭവസിദ്ധമായിരിക്കുന്ന ജ്ഞാനമാണ്. എൻ്റെ വിദ്വത് സദസ്സ് എനിക്ക് ബാഹ്യകാര്യങ്ങൾ, ഭരണകാര്യങ്ങൾ പറഞ്ഞു തരാനുള്ളതാണ്. അതുകൊണ്ട് ജ്ഞാനം പൂർണ്ണമായി എന്ന് വിചാരിക്കരുത്. ജ്ഞാനം രണ്ട് തരത്തിലാണ്, അപരാവിദ്യ, പരാവിദ്യ എന്ന രണ്ടെണ്ണമാണ്. അപരാവിദ്യയിൽപ്പെട്ടതാണ് ഋഗ്വേദങ്ങളും, ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദാദികളും 6 ശാസ്ത്രങ്ങളുമെല്ലാം അപരാവിദ്യയിൽപ്പെട്ടതാണ്. പരാവിദ്യയാണ് അക്ഷരം എന്ന് പറയുന്ന ആത്മാവിനെ അറിയിപ്പിച്ച് ഉണർത്തി തരുന്നത്. ആ ജ്ഞാനം എങ്ങനെയാണ് കൈവരിക എന്ന് ചോദിക്കുന്നു. കഥം മുക്തിർഭവിഷ്യതി. മുക്തി എങ്ങനെ ഉണ്ടാവും? മുക്തി എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് പലർക്കും, ഇവിടെയുള്ളവർക്കും കൂടി ഒരു വിചാരം എന്താ? മോക്ഷം എന്ന് പറഞ്ഞാൽ മാതൃഗർഭത്തിൽ രണ്ടാമത് നുഴയാതെ ഇരിക്കുന്ന ഒരു സ്ഥിതി മരിച്ചതിന് ശേഷം. കുഴിച്ചു മൂടൂ ആ ധാരണയെ. പറന്നു പോട്ടെ എന്നേക്കുമായി. ബന്ധനം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതാണോ? എന്നാൽ ഇവിടെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മുക്തിയും അനുഭവസിദ്ധമാകണം. മനസ്സ് കെട്ടുപൂട്ടുകളിൽ നിന്ന് വിടണു. ബുദ്ധിക്ക് ആശയഭ്രമങ്ങളിൽ നിന്നെല്ലാം വിട്ട് തെളിച്ചമുണ്ടാവണു. അഹങ്കാരം തടസ്സമല്ലാതെ മാഞ്ഞു പോണു. അഹങ്കാര ഉന്മൂലനം സംഭവിക്കുന്നു. അങ്ങനെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും അവരവരുടെ ബന്ധന ചരടുകളിൽ നിന്ന് വിട്ട് സ്വച്ഛ സ്വതന്ത്രമാകുമ്പോഴാണ് നമുക്ക് മുക്തി എന്ന് പറയുക. Where, in what part of your personality you have
the so-called suffering or bondage, there itself, in that very part of your personality should reign mukti or liberation also. മുക്തിയും പ്രകാശിക്കേണ്ടത് അവിടെയാണ്. അത് നല്ല പോലെ മനസ്സിലാക്കണം. വൈരാഗ്യം ച കഥം പ്രാപ്തം ഏതദ് ബ്രൂഹി മമ പ്രഭോ. വൈരാഗ്യം എങ്ങനെ ഉണ്ടാവും? നിങ്ങളെല്ലാവരും കേരളത്തുകാർ പ്രത്യേകിച്ചും വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അത് സന്യാസിമാർക്ക് വേണ്ടതാണ്. വീട്ടിലുള്ളവർ ഇഷ്ടപ്പെടാതെ ആവുമ്പോൾ വീട് പോവോ കാട് വാവാന്ന് പറയുമ്പോഴാണ് വൈരാഗ്യത്തിൻ്റെ ആവശ്യം എന്നാണ് നിങ്ങളുടെ ധാരണ. അല്ല കൂട്ടരെ, അല്ല. ആഗ്രഹം എന്ന് പറയുന്നത് മനസ്സിന് എങ്ങനെയോ അതുപോലെയാണ് ആഗ്രഹമുക്തി. മനസ്സിനെ ആഗ്രഹം എടുക്കുകയാണ് ചെയ്യണത്. ഡിസയർ ഓഫ് എനി കൈൻഡ് വാട്ട്സോ എവർ ഈസ് കൺസ്ട്രിക്റ്റിംഗ് ദ മൈൻഡ് ആൻഡ് റെഡ്യൂസിങ് ഇറ്റ്സ് സ്കിൽ, എബിലിറ്റി, പെർഫോമൻസ് ആൻഡ് എക്സലൻസ് ഇൻ എവറി വേ പോസിബിൾ. ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പോരാ, ഇനിയൊന്ന് വേണം എന്നുള്ളൊരു തോന്നലാണ്. ഞാനാണ് സർവസ്വവും, അത് കയ്യിലുള്ളപ്പോൾ ഇനിയൊന്ന് നിങ്ങൾക്ക് എന്തിന്? അപ്പോൾ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരാഗത എന്നാണ്. അത് വളർത്തിയെടുക്കണം. ലോകത്തിനെ കണ്ട് തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഗാഠമായി ചിന്തിച്ച് വിഭാവനം ചെയ്ത് ഞാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചുഴിഞ്ഞിറങ്ങി ചിന്തിച്ച് മനസ്സിലാക്കി ഈ ലോകം എനിക്ക് ആവശ്യമുള്ളതല്ല, അത് അതിൻ്റെ പാട്ടിലിരുന്നോട്ടെ, ഞാൻ എത്രയും ഈ ലോകത്തിന് വേണ്ടി സംഭാവന ചെയ്യാം, അതിന് മുതൽക്കൂട്ടുണ്ടാക്കാം, എനിക്ക് ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകാനോ കയ്യിൽ വയ്ക്കാനോ ഒരു തരി മണ്ണ് പോലും വേണ്ട. കേൾക്കുന്നുണ്ടോ കൂട്ടരെ, എൻ്റെ കണ്ണിലുണ്ണികളെ? ആ സൈക്കോളജിക്കൽ എക്സലൻസ് ഒന്ന് മനസ്സിലാക്കൂ നിങ്ങൾ. ആ മനസ്സിൻ്റെ വൈഭവം ഒന്ന് ഗ്രഹിക്കൂ. എനിക്ക് ഒരു സാധനവും വേണ്ട എന്നൊരു തോന്നൽ. എൻ്റെ ഉള്ളിലുള്ള നിഗവും നിറവും മികവും എല്ലാം തന്നെ എനിക്കുണ്ട്. പഞ്ചഭൂതങ്ങൾ നിറഞ്ഞിരിക്കുന്നു എൻ്റെ ശരീരത്തിൽ. ആ ശരീരത്തിൻ്റെ ഉള്ളിൽ ചേതനാത്മകമായ ആത്മാവും നിറഞ്ഞിരിക്കുന്നു. ഇത് വിട്ടിനി ഒരു നിറവ് എനിക്കില്ല. ഏതെങ്കിലും ഒരു ബാഹ്യവസ്തു നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് കടന്ന് അവിടെ ശരീരത്തിൽ സ്ഥാനം പിടിക്കുമോ എന്ന് ഞാൻ ചോദിക്കുന്നു. പറഞ്ഞത് മനസ്സിലായോ? ഏതെങ്കിലും ഒരു ബാഹ്യവസ്തു, നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായി, കാത്തു നോറ്റൊരു കുട്ടിയുണ്ടായി, ആ കുട്ടി നിങ്ങളുടെ ഉള്ളിലേക്ക് കിടക്കുമോ അതോ ഭൂമിയിൽ താൻ സ്വന്തമായ ഒരു ശിശുവായി അവിടെ നീന്തിക്കളിച്ച് കൂടുമോ? നിങ്ങൾ മേടിച്ചൊരു കാറ് നിങ്ങളുടെ ഉള്ളിലേക്ക് കിടക്കുമോ അതോ പുറത്ത് ഗരാജിൽ നിൽക്കുമോ? എന്താ മിണ്ടാത്തേ? നിങ്ങൾ ഇട്ടിരിക്കുന്ന ഷർട്ട് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ടോ അതോ ശരീരത്തിൻ്റെ മുകളിൽ അവിടെ വേറെ ഇരിക്കുകയാണോ ചെയ്യുന്നത്? അപ്പം എന്നോട് മറുപടി പറയൂ കൂട്ടരെ. ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു വസ്തു നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് അവിടെ സ്ഥാനം പിടിക്കുക എന്നൊന്നും ഉണ്ടാവുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാഗ്രഹം? എന്തിന്? നിരർത്ഥകം, ഭ്രാന്തൻ, ഭോഷ്കൻ, അങ്ങനത്തെവരെ ആഗ്രഹിക്കുള്ളൂ. ആഗ്രഹം മനസ്സിനെ ഖണ്ഡിക്കുന്നതാണ്, ഇടുക്കുന്നതാണ്, മനസ്സിനെ കലുഷിതമാക്കി തീർക്കുന്നതാണ്. ഇങ്ങനെ മനസ്സിലാക്കി വൈരാഗ്യം വരുമ്പോഴാണ് വൈരാഗ്യാന്നപരം സുഖസ്യ ജനകം പശ്യാമി പശ്യാത്മനഃ. ശങ്കരാചാര്യൻ പാടുകയാണ് വിവേകചൂടാമണി. വൈരാഗ്യാന്നപരം സുഖസ്യ ജനകം പശ്യാമി പശ്യാത്മനഃ. വേണ്ടതുപോലെ നിയന്ത്രണവും നിഷ്ഠയുമുള്ള ഒരു മനുഷ്യന് വൈരാഗ്യത്തിൽ കവിഞ്ഞ സുഖകാരണമായി ലോകത്തിൽ ഒന്നും തന്നെയില്ല. വൽക്കലധാരിയായിരിക്കുന്ന ഒരു ഗുരു ബനാറസിൽ ഇരുന്നുകൊണ്ടിരുന്നു തപസ് ചെയ്തുകൊണ്ട്. രാജാവ് ദർശനത്തിന് വന്നു. ഒരു മഹാരാജാവ് ദർശനം കഴിഞ്ഞ് ഒരു സാധു മഹാത്മാവിനെ പോയി കാണണം എന്ന് വിചാരിച്ചു. ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരും മറുപടി പറഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഒരാളുടെ അടുത്ത് പറഞ്ഞയച്ചു. അദ്ദേഹം ഒരു മരവരി ഉടുത്ത് ചെറിയൊരു കുടീരത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുക. അവസാനം ദീക്ഷ മേടിച്ചു, ശിഷ്യനായി, ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും. ശിഷ്യനായതോടുകൂടി മഹാരാജാവിൻ്റെ മനസ്സിൽ ഒരു പുതിയ മമത കയറി. എൻ്റെ ഗുരു, ഞാനോ പട്ടുടുത്ത് സിംഹാസനത്തിലിരുന്ന് രാജകീയ പ്രൗഢി പ്രതാപത്തോടു കൂടി വന്നു പോണു. എൻ്റെ ഗുരുവോ മരവൂരി ഉടുത്ത് കഴിഞ്ഞുകൂടാ, ഇത് ശരിയാവില്ല. എൻ്റെ ഗുരുവാണല്ലോ. ആ ഗുരുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന ഞാൻ പട്ടുടുക്കൽ നിർത്തി അറ്റ്ലീസ്റ്റ് തുണിയെങ്കിലും ഉടുക്കാമെന്നല്ല തോന്നിയത്, ഗുരുവിനെ പരിവർത്തനപ്പെടുത്തണമെന്നാണ് തോന്നിയത്. സർവ്വ മതപരിവർത്തനങ്ങൾ അതേപോലെയാണ്. ആരെ പരിവർത്തനപ്പെടുത്താനാ? ഭാരത സംസ്കാരത്തിൽ ഏതെങ്കിലും ഒരു പരിവർത്തനം ഇവിടെ നടക്കുമോ? ഇവിടെ പലരും വന്ന് പലതും ചെയ്തു നോക്കി. എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായിരിക്കണത്?
കുറേശ്ശെയായിട്ട് ഭാരതീയ ചെയ്യുന്നതൊക്കെ അവർ അനുവർത്തിക്കുക. വേഷത്തിൽ അനുവർത്തിച്ചു, ചെണ്ടകൊട്ട, ആനപ്പൂരം ഇത്യാദികളിൽ ഇപ്പോൾ കൊടിയേറ്റം, കൊടിയിറക്കം, ഇതൊക്കെ ഇങ്ങോട്ട് ചെയ്തത് അനുവർത്തിക്കുക. ആദ്യകാലത്ത് അനുവർത്തനം പറ്റില്ല, അവർ പരിവർത്തനപ്പെടുത്താം എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ വൽക്കലധാരിയെ പരിവർത്തനപ്പെടുത്താം എന്ന് പറഞ്ഞ് മഹാരാജാവ് വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അങ്ങക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം, ദയവ് ചെയ്ത്. എൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമുണ്ട്. ഈ മരവുരി എന്ന് പറഞ്ഞാൽ 1/2 ഇഞ്ച് 3/4 ഇഞ്ച് കനമുണ്ട്, പരപരിപ്പുള്ളതാണ്. അത് ദേഹത്തിലുള്ള തട്ടുമ്പോൾ ഉറുത്തും വേദനിക്കും. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, തുണിയെങ്കിലും കാവിയിൽ മുക്കി അങ്ങക്ക് റെഗുലറായിട്ട് ക്രമപ്രകാരം അയച്ചു തരാം, ഒന്ന് സ്വീകരിക്കാമോ? എനിക്ക് സന്തോഷമാകും, ഞാൻ അങ്ങയുടെ ശിഷ്യനല്ലേ, എൻ്റെ ഗുരുസ്നേഹത്തിൽപ്പെട്ട് ഞാൻ പറയുകയാണെന്ന്. അപ്പം അദ്ദേഹം പറയുകയാണ്, വയമിഹ പരിതുഷ്ടാവൽക്കലൈസ്ത്വം ദുഗൂലൈഃ സമൈവ പരിതോഷോ നിർവിശേഷോ വിശേഷഃ സതു ഭവതി ദരിദ്രോ യസ്യ തൃഷ്ണാ വിശാല മനസി ച പരിതുഷ്ടേ കോർത്ഥവാൻ കോ ദരിദ്രഃ. ഇതാണ് ഭാരതം കൂട്ടരെ. ഒന്ന് പാടിനപ്പാ, കുട്ടികളെങ്കിലും ഒന്ന് പഠിപ്പിക്കുവപ്പാ. നമ്മുടെ മന്ത്രാലയത്തിൽ മുഴുവൻ, മന്ത്രിമാരുടെ ആലയത്തിൽ മുഴുവൻ ഈ ശ്ലോകം കെട്ടിത്തൂക്കട്ടെ. ഇത് ആരാത് പാടിയിരിക്കുന്നത്? നമ്മുടെ ഇന്ത്യയിലെ പാട്ടാണ്. നിങ്ങൾ വിചാരിക്കും ഇവിടെയുള്ള ക്ഷേത്രങ്ങളും തീർത്ഥാടനങ്ങളുമാണ് നമ്മുടെ സംസ്കാരം എന്ന്. നമ്മുടെ സംസ്കാരം സാഹിത്യത്തിലുള്ളതാണ്, ചിരന്തന സാഹിത്യത്തിലാണ്. രാമായണം ഓലഗ്രന്ഥത്തിൽ എഴുതിയതാണ്. മഹാഭാരതം 5152 കൊല്ലം മുമ്പ് എഴുതിയതാണ് ഓലക്കെട്ടിൽ. വേദങ്ങൾ ഉണ്ടാക്കിയത് നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യരുടെ കണ്ഠത്തിൽ, മസ്തിഷ്കത്തിൽ, മാറിടത്തിൽ, അവരുടെ നാവിൽ, അവരുടെ ചെവിയിലായിരുന്നു വേദം എഴുതിയിരുന്നത്. കേട്ട് പഠിച്ചതാണപ്പാ. യുഗങ്ങൾ കഴിഞ്ഞു, അതിനെ മായ്ക്കാനോ മറയ്ക്കാനോ ഗ്രഹണം ഏർപ്പിക്കാനോ ആർക്കും സാധിച്ചിട്ടില്ല. ഇതാണ് ഭാരതം. ഈ ഭാരതത്തോട് നിങ്ങളുടെ മനസ്സിൽ സ്നേഹമുണ്ടാകട്ടെ, കൂറും കടപ്പാടും തോന്നട്ടെ, പ്രതിബദ്ധത തോന്നട്ടെ. 57-58 കൊല്ലമായി ഈ ഭൂമാനന്ദൻ പറഞ്ഞു നടക്കണു. ഈ തൃശ്ശൂർ ഞാൻ 1960 മുൻപ് സംസാരിച്ചതാണ്. ആ തൃശ്ശൂർ വാസികളോടാണ് ഇന്നും സംസാരിക്കുന്നത്. ഈ കണ്ട കാലം അത്രയും ഭാരതത്തിൻ്റെ മഹത്വം, സംസ്കാരത്തിൻ്റെ മേന്മ, അതിൽ നമുക്ക് തോന്നേണ്ടതായ വിശേഷ ബുദ്ധി, പ്രേരണ, ഇത് മാത്രമേ. ഒരു വെസ്റ്റേൺ ഓഥറുടെ ഒരു വാക്ക് പോലും ഞാൻ ഉച്ചരിക്കാറില്ല. എനിക്കിഷ്ടമുള്ള ചില ഇംഗ്ലീഷ് പദ്യങ്ങളുണ്ട്, അത് മാത്രമേ ഇടയ്ക്ക് പറയുള്ളൂ. ഭാരത സംസ്കാരം, ഭാരതത്തിൻ്റെ, ഞാനിതിന് സംസ്കാരം എന്നുള്ള പേരും കൂടി പറയുന്നില്ല. നമുക്കൊരു നിധിയുണ്ട്. മനസ്സിന് മാത്രം ലഭ്യമായിട്ടുള്ള ഈ സ്ഥിതി. ടു ബി ആക്സസിബിൾ ടു ദ മൈൻഡ്, ടു ബി അപ്രോച്ച്ഡ് ബൈ ദ മൈൻഡ്, ടു ബി ആക്സസ്ഡ് ബൈ ദ ഇൻ്റലിജൻസ്. Understand it. It is written, it is recorded, it is documented. Vayamiha paridushtavalkalaisthvam dugulaiः samaiva paridosho nirvishesho visheshah. ഞങ്ങളെപ്പോലെയുള്ള തപസ്സുകളുണ്ടല്ലോ, എൻ്റെ അരുമ ശിഷ്യ മഹാരാജാവേ. പരിതുഷ്ടാ, ഞങ്ങൾക്ക് പരമസന്തോഷമാണ്. വൽക്കലൈഹി, ഈ മരവിരി കൊണ്ട്. ഈ മരവുരി ആദ്യം ഉടുത്തപ്പത്തിന് വേദനയും ഉറുത്തലുണ്ടായിരുന്നു. ഇപ്പോൾ ഉടുത്ത് പരിചയപ്പെട്ടു. നമ്മുടെ സ്കിന്നിന് അങ്ങനെ ഒരു ശക്തി ഉണ്ടല്ലോ പരിചയപ്പെടാൻ. ഇപ്പം മരവുരി അഴിച്ചിട്ട് തുണി ഇട്ടാൽ ഞാൻ നഗ്നനാണെന്ന് എനിക്ക് തോന്നിപ്പോ. ഇപ്പം മരവുരിയോടായി എനിക്ക് വാത്സല്യവും സ്നേഹവും പരിചയവും ഒക്കെ. അപ്പോൾ ഈ മരവുരി കൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്. പട്ടുടുക്കുന്ന അങ്ങയോ വൽക്കലൈസ്ത്വം ദുഗൂലൈഃ, ആ പട്ടുടുത്തിട്ടും മഹാരാജാവേ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്താ? സന്തോഷം. മരവുരി കൊണ്ട് ഞാൻ സന്തോഷിക്കുമ്പോൾ മഹാരാജാവേ അങ്ങ് ഇരട്ട സന്തോഷമൊന്നും അനുഭവിക്കുന്നില്ല, അങ്ങയ്ക്കും സന്തോഷമാണ്. എൻ്റെ മനസ്സ് സന്തുഷ്ടമാണ് മരവുരിയാൽ, അങ്ങയുടെ മനസ്സ് സന്തുഷ്ടമാണ് പട്ടിനാൽ. അപ്പോൾ പട്ടും മരവുരിയും തമ്മിലുള്ള വ്യത്യാസം എവിടത്തോളം നിങ്ങൾ പറയുന്നപ്പോൾ ഇപ്പം പറയുന്ന എന്നോട്. പട്ടും മരവുരിയും തമ്മിലുള്ള വ്യത്യാസം എവിടത്തോളം? കണ്ണോളം, കൈ കൊണ്ട് തൊട്ടു നോക്കുവോളം. മനസ്സിലോ എന്താ മിണ്ടാതെ? മനസ്സിലോ മരവുരിക്കാരൻ സന്തോഷിക്കുന്നു, പട്ടുകാരനും സന്തോഷിക്കുന്നു. നിർവിശേഷോ വിശേഷഃ, നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു വിശേഷവുമില്ല സന്തോഷത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ് വ്യത്യാസം, വിശേഷം. സതുഭവതി ദരിദ്രോ യസ്യ തൃഷ്ണ വിശാല, ആരുടെ മനസ്സിലാണോ തൃഷ്ണ വിശാലമായിരിക്കുന്ന ദുരാഗ്രഹമുള്ളത്,
ദൂരെയുള്ളത് അയാളാണ് ദരിദ്രൻ. മനസ്സിജ പരിതുഷ്ടേ കോർത്ഥവാൻ കോ ദരിദ്ര. മനസ്സ് പരിതുഷ്ടമായാൽ ആരാണ് പണക്കാരൻ, ആരാണ് പിച്ചക്കാരൻ? 1000 ഉറുപ്പിക ചെലവാക്കി ഒരു ചെറിയ വീട്ടമ്മ തൻ്റെ അഴകുള്ള കുട്ടിയെ നല്ലൊരു വരനെ വിളിച്ച് കല്യാണം കഴിച്ചു കൊടുത്ത് ഒരു 25 ആൾ കല്യാണത്തിന് സന്നിഹിതരാണ്. പരമസന്തോഷമായി, നല്ല കല്യാണം. 5 കോടി ഉറുപ്പിക ചെലവാക്കി ഒരു പണക്കാരൻ 5000 ആളെ കൂട്ടിക്കൊണ്ടുവന്ന് ഗംഭീരമായി ഒരു പാർട്ടിയും കീട്ടിയുമായിട്ട് നടത്തി. അവിടെയും ആ അമ്മയ്ക്ക് കിട്ടുന്നത് എന്താ? ഒന്ന് പറയൂ. സന്തോഷമല്ലാതെ വേറെ വല്ലതും കിട്ടുന്നുണ്ടോ? എന്തവരും മിണ്ടാത്തെ? എവിടെ പോയപ്പാ? സമൈവ പരിതോഷോ നിർവിശേഷോ വിശേഷ സതുഭവതി ദരിദ്രോ യസ്യ തൃഷ്ണാ വിശാല മനസ്സിജ പരിതുഷ്ടേ കോർത്ഥവാൻ കോ ദരിദ്ര. മനസ്സ് സന്തോഷപ്പെട്ടാൽ ആര് ദരിദ്രൻ, ആര് ധനവാൻ? വ്യത്യാസമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് മരവുരി മതി, അങ്ങ് പട്ടുടുത്തോളൂ. രാജാവിന് വലിയ പ്രബുദ്ധതയായി. ഈ ചോദ്യം ചോദിച്ചാലും പ്രബുദ്ധതയാണ് കിട്ടിയത്. പരമസന്തോഷം. ഇതാണ് ജനകൻ ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വൈരാഗ്യം എൻ്റെ മനസ്സിൽ വരാൻ, ഞാൻ ഇരിക്കുന്നത് സിംഹാസനത്തിലാണ്, എനിക്ക് വേണ്ടത്ര അധികാരമുണ്ട്, സുഖഭോഗങ്ങളുമുണ്ട്, ഇതൊന്നും എൻ്റെ മനസ്സിന് സന്തുഷ്ടി നൽകുന്നതല്ല. വൈരാഗ്യമാണ് എനിക്ക് വേണ്ടത്. അതെങ്ങനെ വളർത്തിയെടുക്കും? ഈ സിംഹാസനത്തിലിരുന്നു കൊണ്ട് രാജ്യഭരണം ആണ്ടുകൊണ്ടിരിക്കുമ്പോൾ വൈരാഗ്യസമ്പന്നമാകുന്നത് എങ്ങനെ? ഈ 3 കാര്യം എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് പറഞ്ഞത്. കഥം ജ്ഞാനമവാപ്നോതി കഥം മുക്തിർഭവിഷ്യതി വൈരാഗ്യം ച കഥം പ്രാപ്തം ഏതദ്ബ്രൂഹി മമ പ്രഭോ. പ്രഭോ എന്ന് വിളിച്ചുകൊണ്ടാണ് മഹാരാജാവ് ചോദിക്കുന്നത്. അപ്പം അദ്ദേഹം മറുപടി പറയുകയാണ്. മുക്തിമിച്ഛസി ചേത്താത വിഷയാൻ വിഷവത്യജ ക്ഷമാർജവതയാ ദോഷ സത്യം പീയൂഷവദ്ഭജ. കേട്ടോളൂ, ഇതിൻ്റെ അർത്ഥം കൂടുതൽ വിവരമായി നാളെ പറയാം, അല്ലെങ്കിൽ മറ്റന്നാൾ പറയാം. മുക്തിമിച്ഛസി ചേത്താത, ഭവാന് മുക്തിയാണ് ആവശ്യമെങ്കിൽ, അതാണ് അഭിലഷിക്കുന്നതെങ്കിൽ, വിഷയാൻ വിഷവത്യജ, ഈ ലോകവസ്തുക്കളെ മുഴുവൻ വിഷമാണെന്ന് കണക്കാക്കി പരിത്യജിക്കൂ. ഈ ലോകവസ്തുക്കളെ മുഴുവൻ പരിത്യജിച്ചാൽ പിന്നെ സേവിക്കാനോ അനുഭവിക്കാനോ എന്താ ഉള്ളത്? ഞാൻ പറഞ്ഞു തരാം. മനോവിഭവങ്ങൾ, മനോനിധികൾ, മനസ്സമ്പാദ്യങ്ങൾ എന്തൊക്കെയാണത്? ക്ഷമാർജവതയാ ദോഷ സത്യം പീയൂഷവദ്ഭജ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വിദ്യാഭ്യാസമടക്കം മൂല്യാധിഷ്ഠിതമാകണമെന്ന്. ആ മൂല്യം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഇവിടെ ഭഗവാന്റെ വാക്കോ ഭക്തിയുടെ വാക്കോ വല്ലതും ഇവിടെ വരുന്നുണ്ടോ? ക്ഷമ, സഹനശക്തി, ആർജവം, തുറന്ന പെരുമാറ്റം, ട്രാൻസ്പെറൻസി എന്ന് നമ്മൾ പറയുന്നില്ലേ, അത്. ദയാ, കമ്പാഷൻ, ദയവ്, കൃപ, സ്തോഷം, സന്തുഷ്ടി, സത്യം, സത്യസന്ധത. ഈ 5 കൂട്ടമാണ് ഭാരതീയ മൂല്യങ്ങൾ. ഇത് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കൂ. തൊഴുതോ തൊഴുതില്ലേ, ആ ചോദ്യം ഇവിടെ വരുന്നില്ല. നമ്മുടെ കുട്ടി ഈ മൂല്യങ്ങളുടെ അവതാരമൂർത്തിയാവണം. ഇതിന് കാശ് വേണ്ട, പണം വേണ്ട, പല കേന്ദ്രങ്ങളിലും പോയി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പെറ്റു വളർത്തിയുടെ അമ്മയുടെ മുഖവും നാവും മതി, അച്ഛൻ്റെ മുഖവും നാവും മതി. ക്ഷമാർജവതയാ ദോഷ സത്യം പീയൂഷവദ്ഭജ. ഈ 5 കൂട്ടം മനോവിഭവങ്ങളുണ്ടല്ലോ, ഇതിനെ അമൃതസമം കണക്കാക്കി ഭജ, അതിനെ ഭജിക്കൂ. സാധാരണ നമ്മൾ ഈശ്വരനെ ഭജിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. ആ ഈശ്വര ഭജനത്തിൻ്റെ കാര്യത്തിൽ അഷ്ടാവക്ര മഹർഷി ജനകനോട്, മഹാരാജാവിനോട് പറയുകയാണ്, ഈ 5 കൂട്ടം മനോവിഭവങ്ങൾ, മനസ്സമ്പന്നതകൾ, മനസ്സിന് ധന്യത വരുത്തുന്ന നേട്ടങ്ങളുണ്ടല്ലോ, പരിശീലനങ്ങൾ, അച്ചടക്കങ്ങൾ, മൂല്യങ്ങൾ, ആ 5 മൂല്യങ്ങളെ അമൃത് പോലെ കണക്കാക്കി ഭജിക്കൂ. അതിനെ അനുധാവനം ചെയ്യൂ. Pursue these virtues and excellences of the mind, considering them to be really nectar. നോക്കൂ ആ അഷ്ടാവക്ര സംഹിതയുടെ മഹിമ എത്രയുണ്ടെന്ന്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, ന പൃഥ്വീ ന ജലം നാഗ്നി ന വായുർദ്യൗർന വാ ഭവാൻ യേഷാം സാക്ഷിണമാത്മാനം ചിദ്രൂപം വിദ്ധി മുക്തയേ. ഈ ശ്ലോകം നാളെ ഞാൻ വന്നുടനെ പറയാം.
നിങ്ങളെല്ലാവരും ഉണ്ടാവണം. എന്താണ് ജ്ഞാനം എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സാക്ഷിയുണ്ട്. ആ സാക്ഷി വിശ്വത്തിന് മുഴുവൻ സാക്ഷിയായി നിൽക്കുന്നതാണ്. അപ്പോൾ വിശ്വത്തിനെ കവച്ചു വയ്ക്കുന്നതാണത്. അതിനെ മനസ്സിലാക്കൂ ജനക, അപ്പം മോക്ഷമായി. അതാണ് ഞാൻ പറഞ്ഞ് ആത്മസ്പർശമില്ലാതെ നിങ്ങൾ ഒരൊറ്റ ആൾ ഇവിടുന്ന് പോവരുതെന്ന്. കുറേയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്നുള്ളത് എത്രത്തോളം കാലം നിങ്ങളുടെ ഉള്ളിലുണ്ടോ, നിങ്ങൾക്ക് വേറെ ഒരു ചോദ്യവും ഒരപേക്ഷയും ഒരാവശ്യവുമില്ല. നിത്യസുന്ദരമായി, നിത്യപ്രകാശമായി, അമരമായി, അനവരതനായി നിലനിൽക്കുന്നതാണ് ഈ ഞാൻ എന്ന് പറയുന്ന സത്യം. ആ ഒരൊറ്റ എണ്ണം മതി നിങ്ങളെ താങ്ങാനും തലോടാനും സന്ധാരണം ചെയ്യാനും ആനന്ദിപ്പിക്കാനും ആഹ്ലാദിപ്പിക്കാനും ബന്ധമുക്തികൾക്ക് അതീതനായി പോകാനും എല്ലാറ്റിനുമുള്ള ഈ അന്തരാത്മ ആ സത്യമുണ്ടല്ലോ, അത് മാത്രം മതി. നാളെ അതിനെ വിവരിച്ച് അതിൻ്റെ അളവ് എത്രയുണ്ട്, തോത് എത്രയുണ്ട്, വൈഭവം എത്രയുണ്ട് എന്നുള്ളത് നാളെ പറയാം. കർത്തവ്യമസ്ഥിതമേഹന കിഞ്ചിദേവസ്ഥാതവ്യമിത്യധിമനാ ഭുവി സംസ്ഥിതോസ്മി സംശാന്തയാ സതതസുപ്തധിയൈവ വൃത്യാ കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി. ഹരി ഓം, ഹരി ഓം. എല്ലാവരും കൈകോർത്ത് മടിയിൽ വെച്ച് മുൻപിലത്തെ പോലെ ഇരുന്ന് ഉറക്ക ജപിക്കും. ലോകം മുഴുവനും നന്നാവട്ടെ, അതാണ് നമ്മുടെ ഉദ്ദേശം. നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ തോതിലുള്ള ഒരു സംഭാവന, ഒരു സമർപ്പണം, ഒരു ഉപഹാരമാണിത്. തപസ്, കൂട്ടതപസ്. ഓ ഹരി ഓം തത്സത്.